ഒരു മനുഷ്യന്റെ പരിപൂർണമായ ഈമാനിന്റെ ഭാഗമായി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള സൽസ്വഭാവം എന്നുള്ള മഹിതമായ ആശയങ്ങളെ നൈമിഷികമായ ദുനിയാവിന്റെ നിലനിൽപ്പിന് വേണ്ടി ദേഷ്യവും പിണക്കവുമായി കഴിച്ചുകൂട്ടുമ്പോൾ ഓരോ ദിവസവും നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നത് ഈമാൻ നഷ്ടപ്പെട്ടവരായി നമ്മൾ നീങ്ങുകയാണ്. അതിനാൽ ഈമാൻ നിലനിർത്താനും അല്ലാഹുവിന്റെ അനുഗ്രഹീതമായ റഹ്മത്ത് ലഭിക്കാനും സഹായകരമാകുന്ന ജീവിത രീതികൾ എന്താണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ബന്ധങ്ങളെ മാനിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് കുടുംബ ബന്ധത്തെ മാനിച്ചുകൊണ്ട് എങ്ങനെയാണ് അവരോട് ബന്ധം പുലർത്തേണ്ടത്, ഏത് രൂപത്തിലാണ്, ഏത് രീതിയിലാണ്, ഏതൊക്കെ കാലഘട്ടങ്ങളിൽ നമ്മൾ അവരോട് ബന്ധം സ്ഥാപിക്കേണ്ടതാണ് എന്നതിനെ കുറിച്ച് മഹിതമായ രീതിയിൽ ഇസ്ലാം നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള ആ വിഷയങ്ങളെ ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ നമ്മൾക്ക് കഴിയണം. ഇന്ന് നമ്മുടെയൊക്കെ നാടുകളിൽ നിസ്കാരത്തിന്റെ കാര്യങ്ങളിൽ പള്ളികൾ നിറയുകയാണ്. ആളുകൾ കുറവാണെങ്കിലും ചില ഏരിയകളിൽ മനോഹരമായ പള്ളികളും നിറഞ്ഞു വരികയാണ്. പാവങ്ങളെ സഹായിക്കുന്ന രൂപത്തിലും അതുപോലെ തന്നെ ഉംറക്ക് പോകുന്ന വിഷയത്തിലും ഹജ്ജിന് പോകുന്ന വിഷയത്തിലും എല്ലാം ഇത്തരം ഇബാദത്തിന്റെ മേഖലകളെ ഓരോ ആളുകളും നന്മ നിറഞ്ഞ വഴിയായി കാണുമ്പോൾ നമ്മുടെയൊക്കെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ചില ബന്ധങ്ങളുണ്ട്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ബന്ധത്തെക്കുറിച്ച് ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അല്ലാഹുവിനോട് മാത്രം നന്ദി രേഖപ്പെടുത്തിയാൽ രണ്ട് ലോകത്തും നമ്മൾക്ക് വിജയിക്കാൻ കഴിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊക്കെ മേഖലകളിൽ നന്ദി രേഖപ്പെടുത്താൻ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ടോ ആ മേഖലയിലെല്ലാം നന്ദി കാണിക്കാത്തവരായി മാറിയാൽ മല്ലാ യശ്കുറുന്നാസ ലാ യശ്കുറുല്ലാഹ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചതല്ലേ, ജനങ്ങളോട് നന്ദിയില്ലാത്തവൻ അല്ലാഹുവിനോട് നന്ദിയില്ലാത്തവനാണ്. ജനങ്ങളോട് സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും പൊരുത്തപ്പെട്ടും കഴിയാത്തവന് അല്ലാഹുവിന്റെ ഇഷ്ടവും സ്നേഹവും പൊരുത്തവും സ്വീകരിക്കാനും സമ്പാദിക്കാനും കഴിയില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തരുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നന്ദിയുള്ളവരായി കഴിയേണ്ടത് ആരോടാണ്, ഏത് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നന്ദി രേഖപ്പെടുത്തേണ്ടത്, ആ വിഷയമാണ് നമ്മൾ ഇന്ന് അറിയേണ്ടത്. കാരണം ഇന്ന് സ്നേഹത്തിന് പകരം പിണക്കങ്ങൾ കൂടിയ കാലമാ, സന്തോഷത്തിന് പകരം വൈരുദ്ധ്യവും വിദ്വേഷവും പകയും കൂടിയ കാലമാ. ജനങ്ങളെല്ലാം മരിക്കുന്നത് വരെ ഒരുമയോടെ സ്നേഹത്തോടെ ഒരേ മതിൽക്കെട്ടിനകത്ത് ഒരേ വള്ളിയിലായി, അതേ നമ്മുടെയൊക്കെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചതുപോലെ വഅതസിമൂ ബിഹബിലില്ലാഹി ജമീഅ, സുന്ദരമായ ദീനിന്റെ ആദർശാശയങ്ങൾ കൊണ്ട് ഒരേ കയറ് പിടിച്ചിട്ട് അള്ളാഹുവിനെ ലക്ഷ്യം വെച്ച് നീങ്ങേണ്ട നമ്മള് സഹോദരങ്ങളെ,
പള്ളിയിലേക്ക് വരുന്നുണ്ട്. നമ്മളിൽ പലരും നമ്മുടെ ഒരേ മഹല്ലത്തിലുള്ള 60 വീടുകളിൽ നിന്ന് 90 വീടുകളിൽ നിന്ന് 100ഉം 200ഉം 400ഉം 500ഉം വീടുകളിൽ നിന്ന് വിവിധ രൂപത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ പള്ളിയിൽ വന്ന് ബാങ്ക് കേൾക്കുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വന്ന് സുജൂദ് ചെയ്യുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നിസ്കാരത്തിന് വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴും നമ്മുടെ മഹല്ലത്തിലുള്ളവരുടെ മുഖം നോക്കിയിട്ടൊന്ന് പുഞ്ചിരിക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത വിഭാഗമായിട്ട് മഹല്ലുകളിലുള്ള ആളുകള്, കുടുംബാംഗങ്ങളിലുള്ള ആളുകൾ മാറുമ്പോ എവിടെയാണ് നമ്മൾക്ക് പഠിച്ചതെന്ന് നമ്മൾ അറിയേണ്ടതാണ്. എന്താ നമ്മൾക്ക് പറ്റിയതെന്ന് നമ്മൾ അറിയേണ്ടതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തവന്റെ തൃപ്തിയും പൊരുത്തവും കരഗതമാക്കാൻ വേണ്ടിയിട്ട് ചില ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും അവരുമായിട്ട് പണങ്ങരുതെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. സുന്ദരമായ സ്നേഹത്തിന്റെ വഴിയിലൂടെയല്ലാതെ നിങ്ങൾ നടക്കരുത് എന്ന് അല്ലാഹുവിന്റെയും പരിശുദ്ധ റസൂലിന്റെയും കൽപ്പനയുണ്ടായിട്ടുണ്ട്. അത്തരം ബന്ധങ്ങളിൽ ഒന്നിനെ കുറിച്ച് ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നമ്മൾക്ക് മുന്നറിയിപ്പ് തരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്. ഖാലല്ലാഹു അസ്സ വജല്ല, പുണ്യനബിയോട് അല്ലാഹു പറയാണ്, അനല്ലാഹ്, നബിയെ ഞാൻ അല്ലാഹുവാണ്, വഅനർ റഹ്മാൻ, ഞാൻ റഹ്മാനുമാണ്, ഖലഖത്തുർ റഹിം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, ഖലഖത്തുർ റഹിം, അതേ കുടുംബ ബന്ധത്തെ സൃഷ്ടിച്ചത് ഞാനാണ്, വശഖഖതു ലഹാ ഇസ്മൻ മിൻ ഇസ്മീ, എന്റെ നാമത്തിൽ നിന്നൊരു നാമം, എന്റെ പ്രത്യേകമായ നാമത്തിൽ നിന്നൊരു നാമം ഞാൻ ആ ബന്ധത്തിന് വെച്ചു കൊടുക്കുകയും ചെയ്തു. ആ കുടുംബ ബന്ധങ്ങൾ ആരാണോ ചേർക്കുന്നത്, ആരാണോ ഇണക്കമുള്ളതാക്കി മാറ്റുന്നത്, ആരാണോ സ്നേഹത്തോടെ കൊണ്ട് നടക്കുന്നത്, വസൽതുഹു, ഞാൻ അവനുമായി ചേർച്ച ചേരുന്നതാ, അവനുമായിട്ട് ഞാനും ചേരുന്നതാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഹദീസിൽ നിന്ന് നമ്മൾക്ക് വ്യക്തമാകുന്നത് ദുനിയവിയായ ജീവിതത്തിലും ഉഖറവിയായ ജീവിതത്തിലും അല്ലാഹുവിന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് വേണോ, റബ്ബിന്റെ പ്രത്യേകമായ സഹായം വേണോ, അല്ലാഹുവിന്റെ അഗൈതവമായ സ്നേഹവും സഹായവും നമ്മൾക്ക് ലഭിക്കണോ, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിയായിട്ട് ഈ ലോകത്തുള്ളവരോട് അല്ലാഹുവിന്റെ ആജ്ഞയാണ്, കൽപ്പനയാണ്, സഹോദരങ്ങളെ ബന്ധങ്ങളെ ചേർക്കണേ. അല്ലാഹുവിന്റെ പ്രത്യേകമായ ബന്ധം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ അല്ലാഹു നിലനിർത്താൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ബന്ധങ്ങളെ നമ്മളെ യോജിപ്പിക്കണമെന്ന്, ആ ബന്ധത്തിലൂടെ കടന്നു പോകണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ അനിവാര്യമായ ബന്ധങ്ങളെ തകർക്കുകയും അവിഹിത ബന്ധങ്ങളെ കടന്നുകൂടുകയും ചെയ്ത ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് പറയുന്നു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുന്നു, വമൻ ഖതഅഹാ, ആ ബന്ധങ്ങൾ ആരൊക്കെ തകർക്കുന്നുവോ മുറിക്കുന്നുവോ, ഖതഅതുഹു, അവനുമായിട്ട് ഞാൻ ബന്ധം മുറിയുന്നതാണ്, അവനുമായിട്ട് എനിക്ക് ബന്ധമില്ല. സയ്യിദുനാ റസൂലുള്ളാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശുദ്ധമായ ദീനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുമ്പോൾ ഈ സമൂഹത്തിന്റെ ഇന്നത്തെ സാഹചര്യം നമ്മൾ അറിയേണ്ടതാണല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ഇടയിൽ ജ്യേഷ്ഠനും അനുജനും തമ്മിൽ ബന്ധമില്ലാത്ത കാലമാ. ആങ്ങളയും പെങ്ങളും തമ്മിൽ ബന്ധമില്ല. ഉപ്പാന്റെ കുടുംബവും ഉമ്മാന്റെ കുടുംബവുമായിട്ട് തമ്മിൽ ഐക്യത്തിലില്ല, യോജിപ്പിലില്ല, സ്നേഹത്തിലില്ല, മമതയിലില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യ വീട്ടുകാര്, ഭർത്തൃ വീട്ടുകാര്, എല്ലാ നിലയിലും ഇന്ന് ബന്ധങ്ങൾ തകർന്നുപോയ കാലമാ. എന്നാൽ ഈ ബന്ധങ്ങളെ നമ്മൾ നിലനിർത്താത്ത കാലത്തോളം അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷൻ നമ്മളിനുണ്ടാവുകയില്ല. ഇത് പഠിപ്പിച്ചു തരുന്നത് സാദിഖുൽ മസ്ദൂഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നിങ്ങൾ നോക്കണേ, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുടെ പ്രാരംഭ കാലഘട്ടത്തിൽ പോലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ബന്ധമാണ് കുടുംബ ബന്ധം എന്നുള്ളത്. മഹാനായ അംർ ഇബ്നുൽ അബസ റളിയല്ലാഹു അൻഹു പറയുന്നു, ജാഹിലിയ്യ കാലഘട്ടത്ത് മക്കയിൽ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ടെന്നും പുതിയതായ ചില ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും അറിഞ്ഞപ്പോ പതുങ്ങിയും ഒളിഞ്ഞും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അംർ ഇബ്നുൽ അബസ റളിയല്ലാഹു അൻഹു വാഹനപ്പുറത്ത് യാത്ര ചെയ്യുകയാണ്. അന്ന് വളരെ രഹസ്യമായിട്ട് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വളരെ രഹസ്യമായിട്ട് ഇസ്ലാമിനെ പ്രചരിപ്പിച്ചു കൊണ്ടിരുന്ന കാലമായിരുന്നു. അതുകൊണ്ട് തന്നെ അംർ ഇബ്നുൽ അബസ റളിയല്ലാഹു അൻഹു വളരെയേറെ ആരുമറിയാതെ പതുങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരികിലേക്ക് എത്തുന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തെത്തിയിട്ട് അംർ ഇബ്നുൽ അബസ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അന റസൂലുള്ളാഹ്, ഞാൻ പ്രവാചകനാണ്, റസൂലാണ്. വീണ്ടും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, പ്രവാചകൻ എന്നാൽ എന്താണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജനങ്ങളിലേക്ക് പ്രവാചകനായി നിയോഗിച്ചതാണ് എന്നെ. സത്യത്തിന്റെ വഴിയിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ച പ്രവാചകനാണ് ഞാൻ. എന്ത് സന്ദേശവുമായിട്ടാണ് നിങ്ങളെ ഇവിടെ പ്രവാചകനായി നിയോഗിച്ചിട്ടുള്ളത് എന്ന് അംർ ഇബ്നുൽ അബസ റളിയല്ലാഹു അൻഹു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വീണ്ടും ചോദിച്ചപ്പോ, സഹോദരങ്ങളെ, മുസ്ലിമായിട്ടില്ലാത്ത ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ പരിചയപ്പെടാൻ, അറിയാൻ, മനസ്സിലാക്കാൻ എന്താണ് മതമെന്നും എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ പ്രചരിപ്പിക്കുന്നതെന്നും നിങ്ങൾ ആരാണെന്നും ചോദിച്ചു വന്ന യാതൊരു നിലക്കും ഇസ്ലാമുമായിട്ട് ബന്ധമില്ലാത്ത അംർ ഇബ്നുൽ അബസ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിച്ചതിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അംർ ഇബ്നുൽ അബസ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, അർസലനി ബിസിലത്തിൽ അർഹാം വകസ്രിൽ ഔസാൻ വഅൻ യുവഹിദല്ലാഹ ലാ യുശ്രികു ബിഹി ശൈആ. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണേ, അവൻ ഏകനാണ്, അത് സത്യത്തിന്റെ മാർഗമാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് പുണ്യമായ ഇസ്ലാമിക മതത്തിന്റെ ആശയങ്ങളെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്ന രൂപം ഇതാ. കേൾക്കണേ സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ഈമാന് പരിപൂർണമാകുന്നത് എവിടെയാണെന്ന് നമ്മൾ അറിയേണ്ടതാണ്. മുസ്ലിമിന്റെ നാമം വെച്ചതുകൊണ്ട് മുസ്ലിമാവുകയില്ല, തലയെക്കെട്ട് കെട്ടിയത് കൊണ്ട് മുസ്ലിമാവുകയില്ല, വെള്ള ഡ്രസ്സ് ധരിച്ചത് കൊണ്ട് മുസ്ലിമാവുകയില്ല, മറ്റുള്ള ഇബാദത്തുകൾ ചെയ്തു എന്ന് വെച്ചുകൊണ്ട് മാത്രം മുസ്ലിമായി കൊള്ളണമെന്നില്ല. ഇസ്ലാമികപരമായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു വന്ന അംർ ഇബ്നുൽ അബസ റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ നബി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് ഇസ്ലാം എന്നതിനെ കുറിച്ച്, മതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നതിനെ കുറിച്ച്, പ്രവാചകന്റെ ദൗത്യം എന്താണ് എന്നതിനെ കുറിച്ച്, അല്ലാഹു എന്തിനാണ് പ്രവാചകനെ ഈ ലോകത്തേക്ക് നിയോഗിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ചിട്ട് മഹാനായ അംർ ഇബ്നുൽ അബ്സ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുമ്പോ അല്പം ബുദ്ധിയുള്ള നമ്മൾ തലതുറഞ്ഞ് ചിന്തിക്കേണ്ടതാണ്. കുടുംബങ്ങളോട് മാസങ്ങളായി വർഷങ്ങളായിട്ട് സ്വത്തിന്റെ പേരിൽ, സ്ഥലത്തിന്റെ പേരിൽ, മതിലിന്റെ പേരിൽ, വഴിയുടെ പേരിൽ, പണത്തിന്റെ പേരിൽ, മറ്റു ദുനിയാവിലെ സുഖങ്ങളുടെയും സൗഭാഗ്യങ്ങളുടെയും പേരിൽ പിണങ്ങിക്കടിയുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുകയോ എവിടെന്നെങ്കിലും ഇത് വീക്ഷിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാനൊരു മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് 5 നേരം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലോട്ടും, വെള്ളിയാഴ്ച ജുമാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വെള്ളിയാഴ്ച പള്ളിയിലോട്ടും, സ്വലാത്തിന്റെ മജ്‌ലിസുകളിലും അതുപോലെ തന്നെ മറ്റുള്ള ആരാധന കർമ്മങ്ങൾക്കും നിങ്ങൾ വളരെയേറെ പ്രാധാന്യം നൽകിയിട്ട് അത്തരം അമലുകളുടെ മേഖലകളിലൂടെ കടന്നു പോകുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് ആദ്യമായിട്ട് ചോദിച്ചു വന്ന ഈ സ്വഹാബിയോട് പറഞ്ഞു കൊടുത്തത്, അംർ ഇബ്നുൽ അബ്സ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്തത്, അർസലനീ ബിസിലത്തിൽ അർഹാം. എന്നെ എന്തിനാണ് അല്ലാഹു പ്രവാചകനായി നിയോഗിച്ചതെന്നറിയോ? കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നതിന് വേണ്ടിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കുടുംബ ബന്ധം ചേർക്കാനാണ് എന്നെ പ്രവാചകനായി നിയോഗിച്ചത്. കേട്ടോ കേട്ടോ, വളരെ ഗൗരവമുള്ള വിഷയമല്ലേ ഇത്. ഒന്നും ഇസ്ലാമിനെ കുറിച്ച് ഒരു പരിചയമില്ലാത്ത ആളാണ്. അയാളോട് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ്? ഇവിടെ മതങ്ങള് വിവിധ രൂപത്തിൽ വരുന്നുണ്ടെങ്കിലും എല്ലാം സൃഷ്ടിച്ചത്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, ആകാശത്തെ സൃഷ്ടിച്ചത്, അതുപോലെ തന്നെ നിങ്ങളെ സൃഷ്ടിച്ചത്, എന്നെ സൃഷ്ടിച്ചത്, ഇവിടെയുള്ളതെല്ലാം ഇലാഹായ ഏകനായ ഒരുത്തന്റെ അധീനതയിലാണ്, അവന്റെ കഴിവിനാണ്. ഇതിന്റെ എല്ലാം സൃഷ്ടാവ് അവനാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് മുൻപ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അർസലനീ ബിസിലത്തിൽ അർഹാം. കുടുംബ ബന്ധം ചേർക്കാനാണ് എന്നെ പ്രവാചകനായി നിയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് പറയുന്നു, കസരിൽ ഔസാൻ, ബിംബങ്ങളെ തകർക്കാനും വേണ്ടിയാണ്. അല്ലാഹുവിനെ ഏകനായി അംഗീകരിക്കുകയും അവനിൽ ഒരാളും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യാനാണ് എന്നെ പ്രവാചകനായി നിയോഗിച്ചത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നെല്ലാരും കുറച്ച് മുമ്പോട്ട് വന്നേ, എനിക്ക് നിങ്ങളെ ശരിക്കും ഫേസ് കാണുന്നില്ല, മുഖം കാണുന്നില്ല. മുമ്പോട്ടൊന്ന്, ഇവിടെ അടുത്തിരുന്നു എല്ലാവരും മുമ്പോട്ട് വന്നു. ബോക്സിന്റെ ശബ്ദത്തിന്റെ പ്രശ്നമുള്ള ആൾ മാത്രം കുറച്ച് മാറിയിരുന്നാൽ മതി, ബാക്കിയുള്ളവരൊക്കെ ഇങ്ങോട്ട് കയറി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാ, നിങ്ങൾ അവിടുന്ന് സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, പക്ഷെ എനിക്ക് ഇവിടത്തേക്ക് കേൾക്കുന്നില്ല. അത്രയും ഒരു ഡിസ്റ്റൻസ് ആണല്ലോ നമ്മളുള്ളത്. ഇപ്പൊ ഇവിടുന്ന് കേൾക്കാൻ തുടങ്ങി. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മതത്തെക്കുറിച്ചും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചതിന്റെ, പുണ്യനബിയെ നിയോഗിച്ചതിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചും ചോദിച്ചു വന്ന ആളോട് ആദ്യം പറഞ്ഞു കൊടുത്ത എന്താണ്? കുടുംബബന്ധം ചേർക്കണേ, കുടുംബബന്ധം ചേർക്കാനാണ്. ഞാനിത് ചോദിച്ചിട്ട് ഈ വിഷയം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. കണ്ണൂർ ജില്ലയിൽ അൽഹംദുലില്ലാ ഞാൻ ഈ വിഷയം ഒരു സ്ഥലത്ത് കഴിഞ്ഞ റമദാനിൽ പ്രതിപാദിച്ചപ്പോ അവിടെ നിന്ന് അതിനുശേഷം എന്നെ ഒരു പരിപാടിക്ക് വിളിക്കുന്നതിന് മുമ്പേ ഒരു സഹോദരൻ ഫോൺ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ, ഏകദേശം ആ നാട്ടിലുള്ള 1-2 കുടുംബവുമായിട്ട് 10, 15, 20 സ്ഥലങ്ങളിൽ
വ്യത്യസ്തമായ രീതിയിൽ മധ്യസ്ഥക്ക് വിധേയമാക്കിയിട്ട് പോലും നന്നായിട്ടില്ല. ചർച്ച ചെയ്തിട്ടൊന്നും ആ കുടുംബത്തിനെ നന്നാക്കാൻ പറ്റിയിട്ടില്ല. അൽഹംദുലില്ലാഹ് അന്നത്തെ റമദാനിലെ 2 മണിക്കൂറിന്റെ പ്രഭാഷണം കൊണ്ട് ആ കുടുംബം ഇന്ന് സന്തോഷത്തിലായി, ആ കുടുംബം ഇന്ന് യോജിപ്പിലായി. അവരാ വയത് കഴിഞ്ഞ ഉടനെ തന്നെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരുടെയും മനസ്സ് ഒരുപോലെയായി പോയി. ആ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ചിന്തിച്ചു, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നന്നാണം. ആ രണ്ടുപേരും നന്നാണം ചിന്തിക്കലോടുകൂടെ തന്നെ ഒരു വിഭാഗം അങ്ങോട്ട് പോയിട്ട് സലാം പറയലോടുകൂടെ തന്നെ കെട്ടിപ്പിടിക്കലും കരയലും ഒക്കെ നടന്നു. അൽഹംദുലില്ലാഹ് ഇന്ന് വളരെ സന്തോഷത്തിലാണ്. വർഷങ്ങളായിട്ട് പലരും അവരെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കി, നടന്നില്ല. കമ്മിറ്റി ഭാരവാഹികളും പള്ളിയിലും അതുപോലെ തന്നെ മറ്റു രീതിയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ. അതുകൊണ്ട് ഈ വിഷയം ഞാൻ എവിടെയും പ്രഭാഷണത്തിന്റെ ചില ഭാഗങ്ങളിൽ ഞാൻ സൂചിപ്പിക്കാറുണ്ട്. ഇന്ന് ലോകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ബന്ധങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾക്ക് ദീനിന്റെ കാര്യം ഗൗരവത്തോടെ മനസ്സിലാക്കിയിട്ട് മരിക്കുന്നതിന് മുമ്പ് ഒരാളോടും വെറുപ്പില്ലാതെ മരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരാളോടും വെറുപ്പില്ലാതെ മരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കേട്ടോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞു കൊടുത്തതിനെ കുറിച്ച് മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് നോക്കണേ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളെ ചോദിക്കാൻ വേണ്ടി വന്ന ആളോട് ആദ്യം ബന്ധങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തത് അത് ഈമാനിനോട് ചേർത്ത് വെച്ചിട്ടാണ്. മനുഷ്യന്റെ ഈമാനിനോട് ചേർത്ത് വെച്ചിട്ടാ. അപ്പൊ ബന്ധങ്ങളെ ചേർക്കാത്തവൻ എന്തില്ല? ഓരോ ആളുകളും പറ ഈമാനില്ലാത്തവൻ നിസ്കരിക്കണോ? നോമ്പെടുക്കണോ? ഹജ്ജിന് പോണോ? ഉംറക്ക് പോണോ? ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യ നിർവഹണത്തെ കുറിച്ച് ചോദിച്ച ആളോട് ആദ്യം തന്നെ ഇതിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തത് അത് ഈമാനിന്റെ ഭാഗമാക്കിയിട്ട് വെച്ചിട്ടാണെന്ന് സയ്യിദുനാ നബവി റഹ്മത്തുള്ളാഹി അലൈഹി. അബൂ സുഫിയാനും അതുപോലെ തന്നെ ഹിർഖൽ രാജാവിന്റെ കൊട്ടാരത്തിലുള്ള ചില തർക്ക വിഷയങ്ങൾക്ക് അവരൊരു മധ്യസ്ഥരാകാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രബോധനം നടത്തുന്ന വിഷയത്തെ കുറിച്ചിട്ട് ചോദിച്ചപ്പോ ഹിർഖൽ രാജാവ് അബൂ സുഫിയാനോട് ചോദിച്ചു, എന്താ മുഹമ്മദ് പറയുന്നത്? എന്താ മുഹമ്മദിന്റെ ആശയം? അപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ട് അബൂ സുഫിയാൻ വരെ പറഞ്ഞത് എന്താണ്? മുഹമ്മദ് എന്താ ജനങ്ങളോട് കൽപ്പിക്കുന്നത്? അല്ലാഹുവിനെ അല്ലാതെ വേറൊരാളെയും ആരാധിക്കരുത്, അവനൊരാളെയും പങ്കു ചേർക്കരുത്. എന്നിട്ട് പറയാണ്, പിതാക്കന്മാരൊക്കെ കൊണ്ടുവരികയും പറയുകയും ചെയ്തിരുന്ന ആ ബിംബങ്ങളൊക്കെ ഒഴിവാക്കി. എന്നിട്ടോ സദാചാരം പാലിക്കാനും അതുപോലെ തന്നെ നിസ്കാരം കൊണ്ടും സക്കാത്ത് കൊണ്ടും പുണ്യനബി കൽപ്പിക്കുന്നുണ്ട്. കുടുംബ ബന്ധം ചേർക്കാനും കൽപ്പിക്കുന്നുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയിട്ട് മുസ്ലിമായിട്ടില്ലാത്ത അബൂ സുഫിയാൻ വരെ അതിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ആദ്യ കാലഘട്ടത്തെ തന്നെ, ജാഹിലിയ്യ കാലഘട്ടത്തെ തന്നെ ബന്ധങ്ങൾ തകർന്നിരുന്നു എന്ന് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ഈ കുടുംബ ബന്ധം ചേർക്കാനാണ് നബി തങ്ങളെ അയച്ചതെന്ന് പറയുമ്പോ ആ കാലഘട്ടത്തിൽ തകർന്നിരുന്നു. എന്തേ എന്നാ കേട്ടോ, ഖിയാമത്ത് നാളിന്റെ അടയാളായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എങ്ങനെയാണോ ഞാൻ ദീൻ ആരംഭിച്ചത്, എങ്ങനെയാണോ ഞാൻ ദീന് തുടങ്ങിയത്, ആ രൂപത്തിലേക്ക് എന്റെ ഉമ്മത്ത് എത്തിപ്പെടുന്നത് വരെ ഖിയാമത്ത് എന്ന് വെച്ചാൽ അന്ന് കുടുംബ ബന്ധം തകർന്നിരുന്ന കാലഘട്ടത്തിൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബ ബന്ധം ചേർക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് അതേ രൂപത്തിൽ എത്തിയോ ഇല്ലയോ? നിങ്ങൾ പറ.
എത്തിയിട്ടുണ്ട്. നാടായ നാടുകളിൽ, മഹല്ലായ മഹല്ലുകളിൽ ഇത് വലിയൊരു പ്രശ്നമായി മാറിയിട്ടുണ്ട്. എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി വരുന്നു ഒളിയത്തടുക്ക പള്ളിയിൽ. പരിസരത്തുള്ള ആളുകള്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബക്കാരാണെന്ന് പറഞ്ഞു നടക്കുന്നു എന്നല്ലാതെ മനസ്സറിഞ്ഞ സ്നേഹത്തോടെ സംസാരിക്കുന്നില്ല. മിണ്ടാൻ തന്നെ ഇന്ന് പരസ്പരം പേടിയാണ്, വിശ്വസിക്കാൻ പറ്റുന്നില്ല. കുടുംബം കുടുംബത്തിനെ ചതിക്കുന്ന കാലമാണ്. അല്ലാഹു നമ്മൾക്കൊക്കെ ഐക്യത്തോടെ കഴിയാൻ തൗഫീഖ് ചെയ്യട്ടെ. പാർട്ടിയുടെ പേര് പറഞ്ഞ്, ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞ്, രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞിട്ട് തമ്മിൽ കലഹിക്കുകയും ചിത്രതയോടെ കഴിയുകയും ചെയ്യുന്ന ആളുകളോട് ഞാൻ പറയട്ടെ, പൊന്നുമോനെ, ഹബീബായ നബി തങ്ങളല്ലാതെ വേറൊരു നേതാവും കൈപിടിക്കാൻ മഹ്ശറയിലില്ല. ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല നിങ്ങൾ പാർട്ടി നോക്കിയിട്ട് സ്നേഹിച്ചോ, നിങ്ങൾ ഗ്രൂപ്പ് നോക്കിയിട്ട് ബന്ധപ്പെട്ടോ. നിന്റെ പാർട്ടി നിന്റെ ഗ്രൂപ്പ് അല്ലേ, എന്നാ പിന്നെ അവനോട് മിണ്ടണ്ട. പറഞ്ഞോ പറഞ്ഞോ. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, അല്ലാഹു അഅലം, ഞാൻ കണ്ടിട്ടില്ല സഹോദരങ്ങളെ, അങ്ങനൊരു സംഭവമില്ല. കുടുംബമാണോ മരിക്കുന്നത് വരെ അവരുമായിട്ട് ബന്ധം അനിവാര്യമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്ന അമാല ബനി ആദമ തുറദു കുല്ല ഖമീസിൻ ലൈലത്തുൽ ജുമുഅ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അള്ളാഹുവിന്റെ അടിമകളുടെ അമലുകൾ എല്ലാ വെള്ളിയാഴ്ച രാവും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. വെള്ളിയാഴ്ച രാവ്, എല്ലാ വെള്ളിയാഴ്ച രാവും ദിവസത്തിനും ഉയർത്തപ്പെടും എന്ന് ഹദീസിലുണ്ട്. വൈകുന്നേരമാകുമ്പോ, അസ്റിന്റെ നേരമാകുമ്പോ ദിവസവും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. ആഴ്ചയിൽ ഉയർത്തപ്പെടും, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഉയർത്തപ്പെടും, കൊല്ലത്തിൽ ഉയർത്തപ്പെടും. കൊല്ലത്തിൽ ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ മാസം എന്നുള്ളത്. കൊല്ലത്തില് അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ മാസം എന്നുള്ളത്. അതുകൊണ്ട് മഹാന്മാര് പറയുകയും ചെയ്തിട്ടുണ്ട്, ആഖിറത്തിലേക്ക് അപേക്ഷിച്ചുകൊണ്ട് റമദാൻ വർഷത്തിന്റെ ആദ്യത്തെ മാസവും ആഖിറത്തിലേക്ക് അപേക്ഷിച്ചുകൊണ്ട് കൊല്ലത്തിലെ അവസാനത്തെ മാസം ശഅബാനുമാണ്. ദുനിയാവിലേതാണ് മുഹറവും ദുൽഹിജ്ജയും അല്ലേ? മുഹറം വർഷത്തിലെ ആദ്യ മാസം നമ്മുടേത്, ദുൽഹിജ്ജ അവസാനത്തെ മാസം. എന്നാൽ ആഖിറത്തിലേക്ക് അപേക്ഷിച്ചിട്ട് അവസാനത്തെ മാസം ശഅബാനും ആദ്യത്തെ മാസം റമദാൻ. കാരണം എന്താണ്? അമലുകളെ അല്ലാഹുവിലേക്ക് വർഷത്തിൽ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ. എന്നാൽ ഈ ഹദീസിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എല്ലാ വെള്ളിയാഴ്ച രാവുകളിലും അല്ലാഹുവിന് മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും അമലുകളെ. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫലാ യുഖ്ബലു അമലു ഖാതിഇ റഹിം. കുടുംബബന്ധം മുറിച്ചവന്റെ അമൽ അല്ലാഹു സ്വീകരിക്കൂല. സയ്യിദുനാ റസൂലുള്ളാഹ് നിസ്കരിച്ചിട്ടും കാര്യമില്ല, ഹജ്ജിന് പോയിട്ട് കാര്യമില്ല, ഒന്നും ഒരാഴ്ചക്കുള്ളിൽ അവന് കുടുംബത്തിനോട് ചൊടിച്ചിട്ടുണ്ടെങ്കിൽ ആ പണക്കം മാറ്റുന്നത് വരെ ആ ആഴ്ചക്കുള്ളിൽ ചെയ്തത് അല്ലാഹു സ്വീകരിക്കൂല. കേട്ടോ? എന്ന് വെച്ചാൽ ഒരുത്തൻ കുടുംബത്തിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓ നിസ്കരിക്കും വേണ്ട, ഒന്നും ചെയ്യരുത്. അത് ആണായാലും പെണ്ണായാലും തന്റെ കുടുംബത്തിനോട് പണങ്ങി നിൽക്കുന്നവരാണോ? സഹോദരങ്ങളെ, ഉപ്പള ഭാഗത്ത് ഞാനൊരു പ്രഭാഷണത്തിന് കഴിഞ്ഞ വർഷം പോയപ്പോ വയത് കഴിഞ്ഞിട്ട് ഒരു വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു. ഞാൻ ചോദിച്ചു, വണ്ടി എടുക്കണോ?
വണ്ടി എടുക്കായിരുന്നു ഉസ്താദ്, പക്ഷെ ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റൂല. അതെന്തേന്ന് ചോദിച്ചു. അങ്ങോട്ട് പോകാനുള്ള വഴിയില്ല, നമ്മൾക്ക് ഈ ഇടവഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകാമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അയാളെ പിന്നിലായിട്ട് നടന്നു. കുറച്ച് നടന്ന് വീട്ടിലേക്ക് എത്തിയപ്പോ മനോഹരമായ വീട്. അൽഹംദുലില്ലാഹ്, എനിക്ക് ഭക്ഷണം തന്ന വീടാണല്ലോ, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അവരുടെ പ്രശ്നങ്ങൾ അല്ലാഹു പരിഹരിച്ചു കൊടുക്കട്ടെ. ജീവിതത്തിലുള്ള തടസ്സങ്ങൾ അല്ലാഹു നീക്കി കൊടുക്കട്ടെ. ഇന്ന് ഇവിടെയും അതുപോലെ തന്നെ ഭക്ഷണം ഒരുക്കിയ വീട്ടുകാരുണ്ടാകുമല്ലോ. അല്ലാഹുവേ, ഞങ്ങളുടെ ദർസുകാല ജീവിതം തൊട്ട് ഇന്ന് ഈ നിലയിലെത്തുന്നത് വരെ ഏതൊക്കെ വീടുകളിൽ നിന്ന് പച്ചവെള്ളം ചുടുവെള്ളമാക്കിയിട്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടോ അല്ലാഹുവേ, ആ വീടുകളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്. ദുനിയാവിനെക്കാളേറെ ആഖിറത്തിൽ ഉപകാരമുള്ള അമലുകൾ നീ അതിനെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സഹോദരങ്ങളെ, ആ വീട്ടിലേക്ക് കയറി പോകുമ്പോ അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ, ഒരു മതിലിങ്ങനെ കെട്ടിയിട്ടുണ്ട്, വലിയൊരു മതിലിങ്ങനെ കെട്ടിയിട്ടുണ്ട്. എന്നോട് പറഞ്ഞു, ആ മതിൽ കെട്ടിയ ഭാഗമായിരുന്നു ഈ അടുത്ത മാസങ്ങൾ വരെ എന്റെ റോഡ്, എന്റെ വീട്ടിലേക്കുള്ള റോഡ് അതായിരുന്നു. എന്റെ വീട്ടിലേക്കുള്ള റോഡ് അതായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ അതിന് മതിൽ കെട്ടിയത്? ഞാനല്ല മതിൽ കെട്ടിയത്, എന്റെ വീട്ടിലേക്കുള്ള റോഡിന്റെ ഭാഗത്ത് ഞാൻ മതിൽ കെട്ടോ സാധയില്ല, ഞാൻ മതിൽ കെട്ടിയതല്ല. പിന്നാരാ മതിൽ കെട്ടിയത്? അപ്പുറത്തെ വീട്ടിൽ നിങ്ങൾക്ക് ലൈറ്റ് കാണുന്നുണ്ടോ? അവിടെ വീടുണ്ട്, ലൈറ്റ് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അതെ, അതെന്റെ ഉപ്പാന്റെ ജ്യേഷ്ഠന്റെ മോനാണ്, എന്ന് വെച്ചാൽ ജ്യേഷ്ഠനും അനുജനുമാണ്. എന്നോട് പറയാണ്, നിസ്സാരമായ ചെറിയൊരു വാക്ക് തർക്കമുണ്ടായപ്പോ അവരുടെ വഴിയിൽ നിന്ന് എന്റെ ഈ വഴിയിലേക്ക് കയറുന്ന ഭാഗം മതിൽ കെട്ടിയവരെ മതിലങ്ങ് നിർമ്മിച്ചു. ഇപ്പൊ എന്റെ വീട്ടിലേക്ക് വരാൻ വഴിയില്ല. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, പള്ളിയിൽ നിങ്ങൾ അയാളെ കാണാറുണ്ടോ? കാണാറുണ്ട്. സലാം പറയണം അങ്ങോട്ട്, മിണ്ടാതിരിക്കരുത്. നിങ്ങൾ അങ്ങോട്ട് മിണ്ടണം. ഇങ്ങോട്ട് നമ്മളെ പണങ്ങാനുള്ള മാർഗങ്ങൾ അയാൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അങ്ങോട്ട് നിങ്ങൾ മിണ്ടണേ, സംസാരിക്കണേ, വെറുപ്പ് കാണിച്ച് നടക്കല്ലേ. അയാൾ സലാം പറഞ്ഞ മടക്കിയാലും മടക്കിയില്ലെങ്കിലും, നിങ്ങൾ അങ്ങോട്ട് ചിരിക്കുമ്പോ ചിരിച്ചാലും ചിരിച്ചില്ലെങ്കിലും, നിങ്ങൾ അങ്ങോട്ട് സംസാരിക്കാൻ പോകുമ്പോ അയാൾ ഇങ്ങോട്ട് സംസാരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ അങ്ങോട്ട് സംസാരിക്കണേ, സലാം പറയണേ, മിണ്ടണേ. ഞാൻ പറഞ്ഞു, അത് മനസ്സ് വരാത്ത കാലത്തോളം നമ്മുടെ ഈമാന് പ്രകാശിക്കില്ല. ആ മനസ്സ് വരാത്ത കാലത്തോളം ഈമാനിന് പ്രകാശമില്ല. ഈമാനിന് പ്രകാശമില്ല കൂട്ടരെ. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാണ്, കുടുംബ ബന്ധങ്ങളെ തകർക്കാനുള്ള രൂപത്തിൽ ഏതെങ്കിലും ആളുകൾ ഇത്തരം കുടുംബാംഗങ്ങൾക്ക് നേരെ മതിലുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊളിച്ചു മാറ്റിക്കുമോനെ. അതിനു വേണ്ടി ഉപയോഗിച്ച മണലും കല്ലും, അതിനു വേണ്ടി ഉപയോഗിച്ചതെല്ലാം നിന്റെ കുടുംബത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നാളെ നിനക്കെതിരായിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയുന്നതായി അത് വരുന്നതാണ്. അതുകൊണ്ട് റബ്ബിനോട് കളിക്കല്ലേ. കാലഘട്ടം മാറിയിട്ടുണ്ട്. പഴയതുപോലെയല്ല. കളിച്ച കളികൾക്ക് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് പണിഷ്മെന്റ് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. എത്രയോ ആളുകള് ഇന്ന് പെടുന്നനെ മരണപ്പെടുന്നു. മാരകമായ രോഗത്തിന്റെ പിടിയിലമർന്നു പോകുന്നു. ആരോഗ്യം ക്ഷയിച്ചു പോകുന്നു. പെട്ടെന്ന് തളർച്ച ബാധിക്കുന്നു. ആളുകൾക്ക് ഇന്ന് വാദിന്റെ സദസ്സിൽ സ്വലാത്തിന്റെ മജ്‌ലിസിലൊക്കെ പറയാനുണ്ടാകുക എന്താണ്? അതെ, ഭയങ്കര പ്രശ്നമാണ്. ഇന്നലെ ചെക്കപ്പ് ചെയ്ത്, മിനിഞ്ഞാന്ന് ചെക്കപ്പ് ചെയ്തു, ഒക്കെ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് ദ്വാരക്കണം. രോഗം കൂടിക്കൊണ്ടുക. ദുആ ചെയ്യുന്നതിനനുസരിച്ചിട്ട് രോഗം കൂടും. ദുആ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇന്നിപ്പോ 10 ആൾക്ക് വേണ്ടിയിട്ട് രോഗം മാറണേന്ന് പറഞ്ഞിട്ട് നമ്മളെ ദുആ ചെയ്താൽ നാളെ 25 ആളുണ്ടാവും ദ്വാരക്കാൻ വേണ്ടി. കൂടിക്കൊണ്ടുവരികയാണ്. എന്തേ കാരണം? നിങ്ങൾ എന്താ വിചാരിച്ചത്? അതൊക്കെ ഭക്ഷണത്തിൽ വരുന്നതാണ്. അത് ഈ തട്ടുകടയെന്നും പിന്നെ ഫാസ്റ്റ് ഫുഡ് ഹോട്ടലിൽ നിന്നും പിന്നെ കല്യാണ വീട്ടിൽ നിന്നൊക്കെ അതും ഇതും കെട്ടി വാരി വലിച്ച് തിന്നുന്നത് കൊണ്ടാണ് ഇതൊക്കെ വരുന്നത്. അതിനൊക്കെ തടസ്സം ബിസ്മി ചൊല്ലി കഴിച്ചാൽ ഒന്നും ഉണ്ടാവില്ല. ബിസ്മി ചൊല്ലി കഴിച്ചാൽ ഒരു രോഗം വരൂല. നമ്മുടെ വിശ്വാസം അങ്ങനെയാ. അങ്ങനെ ആക്കി തരട്ടെ. ബിസ്മി ചൊല്ലി കഴിച്ചാൽ ഒന്നും ഉണ്ടാവില്ല.
അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതല്ല വിഷയം. എന്തേ രോഗം വരാനുള്ള കാരണം, എന്തേ പെടുന്നതിനുള്ള മരണങ്ങൾ വരാൻ കാരണം, ആയുസ് കുറയാൻ കാരണം എന്താണ്? ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ആയുസ് വേണോ, ദീർഘായുസ് വേണോ? നിങ്ങൾക്ക് ദീർഘായുസ് വേണോ? കുടുംബ ബന്ധം ചേർത്തോ. സയ്യിദുനാ ഇന്നത്തെ രാത്രിയിൽ മനസ്സിൽ ചിന്തിക്കാൻ, ഞാൻ പെടുന്നനം മരിക്കും. ആരാ പെടുന്നനം മരിക്കുക? കുടുംബബന്ധം മുറിച്ചോന് ആയുസ് കുറവാണ്. കുടുംബത്തിനോട് പിണങ്ങിയ ആൾക്ക് ആയുസ് കുറവാണ് കൂട്ടരെ. ആയുസ് കിട്ടൂല, ആയുസ് കിട്ടൂല, നീട്ടി കിട്ടുകയില്ല. ഇത് പഠിപ്പിച്ചു തരുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് തന്നെയാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞത്. ഇബാദത്ത് കുറെ കൂടിയിട്ടുണ്ട് നമ്മൾക്ക്. പള്ളിയിൽ എല്ലാരും പോകുന്നുണ്ട്, പരമാവധി പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് പരിശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ പള്ളിയിൽ പോയിട്ട് നിസ്കാരത്തിന് നിൽക്കുന്ന സമയത്ത് പോലും തമ്മിൽ ഐക്യമില്ല, ബന്ധമില്ല. എന്റെ തൊട്ടടുത്തിരിക്കുന്നവന്റെ മുഖം നോക്കിയിട്ടാ ഞാൻ സൊഫിൽ നിൽക്കുന്നത്. കാലം എവിടെത്തി നോക്കണേ, എന്റെ അടുത്തിരിക്കോ നോക്കണേ. പുറത്തു നിന്ന് പള്ളിയുടെ അകത്തേക്ക് കയറുമ്പോ ഇനി ഞാൻ ആരെ സൈഡിലാണ് നിൽക്കാൻ വേണ്ടി പോകുന്നത്? ഒരു സ്ഥലത്തുനിന്ന് ഞാൻ കണ്ടു ഞാൻ ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു സഫർ ഇങ്ങനെ നിൽക്കുമ്പോ വേറെ ചങ്ങായി ഇങ്ങനെ പള്ളിയുടെ പുറത്തുനിന്ന് അകത്തേക്ക് കയറി വരികയാണ്. അകത്തേക്ക് കയറി വന്നു. അപ്പൊ ഒരു സൈഡിൽ ഒരു സഹോദരൻ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവൻ എന്ത് വെച്ചാൽ ചുമരിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കിയവനെ ഇങ്ങനെ നോക്കിയിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടെ നിൽക്കാൻ അവനിക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. 3-4 പേർക്ക് നിൽക്കാൻ അവിടെ പിന്നെ സ്ഥലമുണ്ട്. പക്ഷെ ആ നോട്ടം കഴിഞ്ഞിട്ട് നേരെ അവൻ പോയിട്ട് സൊഫിന്റെ മറ്റേ ഭാഗത്ത് പോയിട്ട് നിന്നു. ചിന്തിച്ചു നോക്കിയാട്ടെ, എന്തിനാ ഇവരൊക്കെ പള്ളിയിൽ വരുന്നത് കൂട്ടരെ? ആരെ ബോധിപ്പിക്കാനാണ്? ആർക്കായി മലക്കം അറിയുന്നത്? ആരെ മുമ്പിലായി കള്ള സുജൂദ്? ആരെ മുമ്പിലായി കള്ള റുക്കൂ? ആരെ മുമ്പിലാ കൈകെട്ടിയിട്ട് കള്ളം പറഞ്ഞത്? വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു. ബാക്കി പറഞ്ഞാട്ടെ. വഅന മിനൽ കള്ളം പറഞ്ഞു അല്ലാഹുവോട്. അല്ലേ, ഞാൻ മുസ്ലിമാണെന്ന് കളവ് പറഞ്ഞു. മുസ്ലിമിന് പണക്കമില്ല, മുസ്ലിം പണങ്ങൂല, മുസ്ലിം ചൊടിക്കൂല, മുസ്ലിം ദേഷ്യം പിടിക്കൂല, ദേഷ്യം വെച്ച് നടക്കൂല, അസൂയപ്പെട്ട് നടക്കൂല. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പഠിപ്പിച്ചു. ഇല്ല, മുസ്ലിമിന് കടയില്ല, ചൊടിക്കാൻ കഴിയില്ല. മുസ്ലിം ആണോ? അപ്പൊ ചൊടിച്ചിട്ടുണ്ടെങ്കിൽ ആരല്ല? അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ തന്നെ കൽബിന് മാറ്റം ഉണ്ടാവും. ഞാനൊരു മുസ്ലിം ആയിട്ടാണ് ജീവിക്കുന്നത് എങ്കിൽ എന്റെ കുടുംബത്തിൽ ഒരാളോടുമായിട്ട് അല്ല ഉസ്താദെ എങ്ങനെയാ ഞങ്ങൾ മിണ്ട, എത്രമാത്രം ഉപദ്രവമായി എന്നോട് ഇങ്ങോട്ട് ചെയ്തത്. എന്നാലും മോനെ, നിന്റെ ഈമാനിനെ സംരക്ഷിക്കല്ല അവന്റെ കടമയല്ല, നിന്റെ കടമയാണ്. അതുകൊണ്ട് നീ അങ്ങോട്ട് പോയേ പറ്റൂ. ഒരു സ്വഹാബി വന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതി പറഞ്ഞു. യാ റസൂലല്ലാഹ്, നബിയേ, എനിക്ക് കുടുംബങ്ങളുണ്ട്, ആ കുടുംബത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോകാറുണ്ട്. എന്താ സ്വഹാബിയെ നിന്റെ പ്രശ്നം? നബി തങ്ങളോട് പറയാണ്, ഞാൻ അങ്ങോട്ട് പലതവണ പോകുമ്പോഴും അവരെന്നെ പരിഗണിക്കാറില്ല, മെയിൻറ് ചെയ്യാറില്ല, എന്നെ വേണ്ടതുപോലെ സ്വീകരിക്കാറില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സ്വഹാബി വളരെ വേദനയോടെ പറയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഇതിൽ നമ്മൾ പാഠം ഉൾക്കൊള്ളണം. മൂമിനാണെങ്കിൽ ഈമാനുള്ളവനാണെങ്കിൽ ചിന്തിച്ചാൽ ഈ ഒരേ ഒരു ചരിത്രം മതി. നന്നാകാൻ ഒന്നു മതി കൂട്ടരെ, ഒന്നു മതി. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, അവരെന്നെ വേണ്ടതുപോലെ പരിഗണിക്കുന്നില്ല നബിയെ, പിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? ചോദ്യം അതാണ് കേട്ടോ. ഉസ്താദ് പള്ളി എന്ന് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ ഭയങ്കര പ്രശ്നത്തിലാന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രശ്നം തന്നെ ഉസ്താദ് എന്ത് പറയാനാ? പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ട് മിണ്ടിട്ടെന്നാ വേണ്ട, ഓൻ വലിയ പരിഗണിക്കൊന്നുമില്ല, പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് പോകുന്നു. എനിക്ക് അതിന്റെ കുറവുള്ളത് ഒരു കുറവ് എനിക്കില്ല. എന്ത് കുറവുള്ളത്? ഇല്ല. ഇപ്പം പറയുന്ന സമയത്ത് കുറവില്ല. ഒറ്റ രാത്രിയിൽ അള്ളാഹു കുറവ് തരും. അതൊറ്റ സെക്കൻഡ് മതി അള്ളാഹു കുറവ് തരാൻ. നാളെ തന്നെ ഒരു ഭാഗം എണീക്കാൻ പറ്റാത്ത രൂപത്തിൽ അള്ളാഹു പരീക്ഷിക്കും. കുടുംബബന്ധം ചേർക്കാത്തതിന്റെ പേരിൽ പരീക്ഷിക്കും. പടച്ചറബ് പിടിക്കും നിങ്ങളെ. ഒരാളെയും റബ്ബ് വെറുതെ വിടൂല. കുടുംബത്തിനെ തകർത്തിട്ടുണ്ടെങ്കിൽ ഓൻ അനുഭവിക്കാണ്ട് മരിക്കൂല. അള്ളാഹ് അനുഗ്രഹിക്കട്ടെ, പടച്ചോൻ അനുഗ്രഹിക്കട്ടെ. ഇത് തമാശ കളിയല്ല, ഇത് കുടുംബ ബന്ധം എന്നുള്ളത് തമാശയല്ല കൂട്ടരെ, ഇത് തമാശയല്ല. ആ സ്വഹാബിയോട് ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോനെ, അവരെത്ര പരിഗണിച്ചില്ലെങ്കിലും മൈൻഡ് ചെയ്തില്ലെങ്കിലും നിന്റെ ഈമാനെ നിലനിർത്തിക്കൊണ്ട് നീ അങ്ങോട്ട് പോകണേ. അവര് തിന്നുന്നത് ചൂടുള്ള വെണ്ണീരാണ്. മാത്രമല്ല, അവർക്കെതിരായിട്ട് നീ അങ്ങോട്ട് പോകുന്ന സന്ദർഭങ്ങളിലെല്ലാം അവർക്കെതിരായിട്ട് നിനക്ക് അനുകൂലമായിട്ട് നിന്നെ സഹായിക്കുന്ന ഒരു മലക്ക് നിന്റെ കൂടെ എപ്പോഴും ഉണ്ടേ. സയ്യിദുനാ റസൂലുള്ളാഹ് ആ മലക്കിന്റെ സഹായം പോരെ കൂട്ടരെ. കാരണം ദുനിയാവിൽ നമ്മൾക്ക് വേണ്ടത്, ഇവിടെയുള്ള ഈ നൈമിഷികമായ ജീവിതത്തിൽ വേണ്ടത് ഈമാനാണ്. അതാ നമ്മൾക്ക് വില കൊടുത്താ വാങ്ങാൻ കിട്ടാത്തതുള്ളത്. ബാക്കിയുള്ളതെല്ലാം പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതാണ്. അതിനാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, ജീവിതത്തിൽ വേണ്ടത് ഈമാനാണ്. ആ ഈമാൻ നിലനിർത്താനുള്ള മാർഗമാണ് പരിശുദ്ധ റസൂലി സ്വഹാബിയോട് പറഞ്ഞത്. നിന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് നിന്നെ തള്ളിക്കളഞ്ഞ കുടുംബത്തിന് നീ അങ്ങോട്ട് ചെന്ന് കാണണം, അവരെ പരിഗണിക്കണം, അവരോട് മിണ്ടണം, സലാം പറയണം, മെയിൻറ്റ് ചെയ്യണം. ചൊടിക്കരുത് മോനെ, ചൊടിക്കരുത് മോനെ. അവരോട് നീ മിണ്ടുന്ന കാലത്തും നീ അവരെ മെയിൻറ്റ് ചെയ്യുന്ന കാലങ്ങളിലും നിനക്ക് നിന്റെ കൂട്ടത്തിലായിട്ട് നിന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മലക്ക് നിന്റെ കൂടെയുണ്ട് എന്ന് തമാശക്ക് പോലും കളവ് പറയാത്ത സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ വന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലാണ്ട് ചീത്ത പറഞ്ഞു. കുറെ ക്ഷമിച്ചു അബൂബക്കർ തങ്ങൾ. അത് കുടുംബം ഒന്നല്ല കേട്ടാ. ഒരു സഹോദരൻ വന്നിട്ട് വല്ലാണ്ട് ദേഷ്യം പിടിച്ച് ചീത്ത പറഞ്ഞു. പരമാവധി ക്ഷമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കുക. അബൂബക്കർ തങ്ങൾ മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നും പറഞ്ഞില്ല. പറയാത്ത സമയത്ത്, പറയാത്ത ഈ ഒരു ആ ഒരു ചർച്ചയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നും പറയാത്തത് കണ്ടിട്ട് നബി തങ്ങൾ ഇങ്ങനെ ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ സൈകെട്ടിട്ട് അങ്ങോട്ട് ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പരിശുദ്ധ റസൂലിന്റെ മുഖം മാറി. ശൗര്യം വന്നു, ദേഷ്യം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തിന് ദേഷ്യം വന്നു. അയാളത് തിരിഞ്ഞു പോയപ്പോഴോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദ്യം മുഖത്ത് ഭയങ്കര പുഞ്ചിരി ഉണ്ടായല്ലോ, ചിരി ഉണ്ടായല്ലോ, ഞങ്ങൾ തമ്മിൽ കലഹിക്കുന്ന സമയത്ത് ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ദേഷ്യം പിടിച്ച് അങ്ങോട്ട് രണ്ട് വർത്താനം പറഞ്ഞപ്പോ നബി തങ്ങളുടെ മുഖം മാറിയതെന്തേ? അന്നേരം പറഞ്ഞു, നിങ്ങളെ അയാൾ വന്ന് ചീത്ത പറയുന്ന സമയത്തൊക്കെ അയാളെ തിരിച്ച് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു മലക്ക്. പക്ഷേ നിങ്ങൾ അയാളെ ചീത്ത പറഞ്ഞപ്പോ നിങ്ങളിൽ നിന്ന് ആ മലക്കിന്റെ സഹായം നഷ്ടം. അപ്പൊ നമ്മൾക്ക് വേണ്ടത് അള്ളാഹുവിന്റെ സഹായികളുടെ സഹായം. ആ സഹായമാണ് നമ്മൾക്ക് വേണ്ടത്. ആ സഹായം നമ്മൾക്ക് കിട്ടണമെങ്കിൽ കുടുംബ ബന്ധം ചേർക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയും കേട്ടോളൂ കൂട്ടരെ, വഅദിന്റെ സദസ്സിൽ പോലെ ഇരിക്കാൻ ഇവർക്ക് അവകാശമില്ല. നാളെ മുതൽ ഇനിയൊന്നും വരണ്ട. എന്താ ചെയ്യാ അല്ലേ? നിങ്ങൾക്ക് നാളെ വന്നാൽ മതിയായിരുന്നു അല്ലേ? ഞാൻ മറ്റന്നാൾ പരിപാടി ഇല്ലല്ലോ. കേട്ടോ, വയലിന്റെ സദസ്സിൽ ഇരിക്കാട്ടോ, വയലിന്റെ സദസ്സിൽ ഇരിക്കാം. അതിനുള്ള മാർഗമുണ്ട്. പക്ഷെ ദുആക്കിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ ആകെ പ്രതീക്ഷിക്കുന്നത് ദുആയാണ്.
അതും കൂടി ഇല്ലേ, കിട്ടൂല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബൂ ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ പ്രവാചകന്റെ സദസ്സിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു അബൂ ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ ഞങ്ങൾ ഇരിക്കുമ്പോ പുണ്യനബി പറയാണ്, ലാ യുജാലിസുനൽ യൗമ ഖാതിഉർ റഹിം. സ്വഹാബത്തിന്റെ സദസ്സിൽ പുണ്യനബി പറയുന്നു, കുടുംബബന്ധം മുറിച്ച ആളുകൾ നമ്മുടെ ഈ സദസ്സിൽ ഇരിക്കല്ലേ, ഇരിക്കല്ലേ, ഇരിക്കല്ലേ. ഇന്ന് ഇരുന്നു, ഇന്ന് കേട്ടു, ഇനി ഇൻഷാ അല്ലാഹ് പണക്കം മാറ്റണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എത്ര വലിയ കറ പിടിച്ച, തുരുമ്പ് പിടിച്ച, ദേഷ്യം പിടിച്ച മനസ്സാണെങ്കിലും ഇൻഷാ അല്ലാഹ് ഹദീസും ആയത്തും ഇസ്ലാമിക ചരിത്രവും വെച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചത്. മൂമിനാണെങ്കിൽ മാറ്റം വരും. ഈമാൻ ഉണ്ടെങ്കിൽ ഓനിൽ ഇന്നത്തെ രാത്രി മാറ്റം വരും. ഈമാനിന്റെ ഒരു അംശം ഖൽബിലുണ്ടെങ്കിൽ മാറ്റം വരും, ഉറപ്പാ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സദസ്സിൽ ഇങ്ങനെ പറഞ്ഞു, ലാ യുജാലിസുനൽ യൗമ ഖാതിഉർ റഹിം. സ്വഹാബത്തെ, കുടുംബബന്ധം മുറിച്ച ആളുകൾ ഈ സദസ്സിൽ ഇരിക്കല്ലേ, ഇരിക്കല്ലേ. ഏറ്റവും പ്രശസ്തമായ, സുന്ദരമായ, അനുഗ്രഹീതരായ മലക്കുകൾ വലയം ചെയ്യുന്ന സദസ്സ് എന്നുള്ളത് പുണ്യനബിയുടെ സദസ്സാണ്. അതിനോളം വേറൊരു സദസ്സില്ലല്ലോ കൂട്ടരെ. ഇനി എത്ര വലിയ കോടിക്കണക്കിന് ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയാലും ഹബീബായ നബിതങ്ങളെ സംഗമിച്ച സദസ്സിന്റെ അത്രയാവുകയില്ല കൂട്ടരെ. ആ നബിതങ്ങൾ ഒരുമിച്ച് കൂടിയ സദസ്സിൽ നിന്നാണ് നബിതങ്ങൾ പറഞ്ഞത്, ലാ യുജാലിസുനൽ യൗമ ഖാതിഉർ റഹിം. കുടുംബബന്ധം മുറിച്ചവരെ എണീച്ചു പോകണേ, ഇരിക്കല്ലേ, ഇരിക്കല്ലേ, ഇരിക്കല്ലേ. ഇത് കേട്ടപ്പോ സദസ്സിന്റെ പിന്നിൽ നിന്ന് ഒരാളുമില്ല, എണീച്ചയാൾ ഓടി. അയാൾ ഓടി. കുറെ കഴിഞ്ഞിട്ട് അയാള് തിരിച്ചു വന്നു. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്തേ നിങ്ങള് സദസ്സിൽ നിന്ന് എണീച്ചു പോയത്, എന്താ പറ്റിയതെന്ന് സ്വഹാബിയോട് ചോദിച്ചപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സ്വഹാബി പറഞ്ഞു, നബിയേ, ഉമ്മാന്റെ സഹോദരിയുമായിട്ട് ചെറിയൊരു പണക്കം എനിക്കുണ്ടായിരുന്നു. ഉമ്മാന്റെ സഹോദരിയുമായിട്ട് ചെറിയൊരു പണക്കുണ്ടായിരുന്നു. ആ പണക്കം തീർക്കാനാണ്, അവരോട് മാപ്പ് ചോദിക്കാനാണ്, അവരോട് പൊരുത്തപ്പെടിക്കാനാണ് ഞാൻ പോയതെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സ്വഹാബി പറഞ്ഞപ്പോ, ഇനി പറയുന്നത് കേട്ടോളൂ, ഇനി പറയുന്നത് കേട്ടോളൂ എന്റെ കൂട്ടരെ. നമ്മൾ ഓരോരുത്തരും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള കാരുണ്യം പ്രതീക്ഷിക്കുന്നവരാണ്. കൈകെട്ടിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് റഹ്മാനും റഹീമുമായ അല്ലാഹുവിന്റെ നാമം കൊണ്ട് തിന്നുന്നു, കുടിക്കുന്നു, ഇരിക്കുന്നു, നടക്കുന്നു, ഭുജിക്കുന്നു, അതേപോലെ തന്നെ ഭോജനം ചെയ്യുന്നു, അതേപോലെ തന്നെ പള്ളി കയറുന്നു, നിസ്കരിക്കുന്നു. ഇതൊക്കെ റഹ്മാനായ റഹീമായ അല്ലാഹുവിന്റെ നാമം കൊണ്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഇത് ഉച്ചരിക്കുന്ന സമയത്ത് റബ്ബിന്റെ ഭാഗത്ത് നിന്ന് റഹ്മത്ത് നമ്മൾക്ക് കിട്ടണോ? പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു, ഉമ്മാന്റെ സഹോദരിയോട് അല്പം വെറുപ്പോടെ കഴിഞ്ഞിരുന്ന സ്വഹാബി, ഉമ്മാന്റെ സഹോദരിയോട് അല്പം വെറുപ്പോടെ കഴിഞ്ഞിരുന്ന സ്വഹാബി നബി തങ്ങളുടെ ലാ യുജാലിസുനൽ യൗമ ഖാതിഉർ റഹിം, കുടുംബബന്ധം മുറിച്ചവർ ഇവിടെ ഇരിക്കല്ലേ എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ പോയി മാപ്പ് ചോദിച്ചിട്ട് വന്നപ്പോ നബി തങ്ങൾ പറഞ്ഞു, മോനെ സ്വഹാബത്തെ, الرحمة لا تنزل على قوم فيهم قاطع رحم. കുടുംബബന്ധം വിച്ഛേദിക്കുന്ന ആളുകള് ഏതൊരു സദസ്സിലുണ്ടോ ആ സദസ്സിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങൂല. കുടുംബബന്ധം മുറിച്ചവരാരാണോ സദസ്സിലുള്ളത് അവരുള്ള കാലത്തോളം അത്തരം സദസ്സുകളിൽ അല്ലാഹുവിന്റെ കാരുണ്യം ഇറങ്ങുകയില്ല എന്ന് റസൂലുള്ളാഹി
അടുക്കളയിൽ കൂടലാ നല്ലത്. മറ്റുള്ളവർക്കൊരിക്കലും നമ്മളെ പാരയാകരുത്, മറ്റുള്ളവർക്കൊരിക്കലും നമ്മളൊരു പ്രാണിയായി മാറരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാളെ നിങ്ങളെ സ്വലാത്ത് മജ്ലിസ് കരുതിയിട്ട്, നാളെ നിങ്ങളെ വഅദ് കരുതിയിട്ട് വരുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കണേ, എന്റെ മനസ്സിൽ എന്റെ കുടുംബത്തിൽ ഒരാളോടും എനിക്ക് വെറുപ്പില്ല, പകയില്ല, വിദ്വേഷമില്ല, പണക്കമില്ല. അവരോട് എനിക്ക് ഇഷ്ടമാണ്, സ്നേഹമാണ്, സൗഹാർദ്ദമാണ്, ഐക്യമാണ്, സന്തോഷമാണ്. ഈ രൂപത്തിൽ ചിന്തിക്കാത്ത ഒരാളും സദസ്സിൽ വന്നിരിക്കരുത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എന്താ വേണ്ടത് ഇതിനപ്പുറം? കുറച്ചൊക്കെ ഈമാനുള്ളാക്കിയത് പോരെ? ഒരു യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനായിട്ട് പരിഗണിക്കുന്നില്ല. കുടുംബത്തിനോട് ചോദിച്ച ആളെ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനായിട്ട് പരിഗണിക്കുന്നു. ഇസ്ലാമികപരമായിട്ട് ഒരു ഇബാദത്തിന് ഓനെ കൊള്ളൂല, ഒരു ഇബാദത്തിന് വരെ കൊള്ളൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി കേട്ടോളൂ, ദുആയാണ് നമ്മൾക്ക് പ്രധാനം. സദാ ദുആരക്കണം. മക്കൾക്ക് സുഖമില്ല, ഭാര്യക്ക് സുഖമില്ല, ഭർത്താവിന് പ്രശ്നമാണ്, അല്ലേ സഹോദരി? സഹോദരിമാരെ, നിങ്ങളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ കവറും നിങ്ങളുടെ ഭാഗത്തേക്ക് ഇൻഷാ അല്ലാഹ് സംഘാടകരെത്തിക്കും. ഓരോ സഹോദരിമാരും സഹോദരങ്ങളും ഇൻഷാ അല്ലാഹ് അറിഞ്ഞുകൊണ്ട് നാളെ സ്വലാത്ത് ദുആ മജ്ലിസാണ്. നിയത്ത് ഇത്രയേ വേണ്ടൂ, മരിക്കുന്നത് വരെ പടച്ചോനെ എന്റെ ഖൽബിനെ വിശാലാക്കി തരണം. വേറൊന്നും വേണ്ട. പൈസ ബക്കറ്റിലിടുമ്പോഴും കവറിലിടുമ്പോഴും നിയത്ത് ഇത്രയേ ഉള്ളൂ, എന്റെ മനസ്സിനെ വിശാലാക്കി തരണം ഇൻഷാ അല്ലാഹ്. അത് വിശാലമാകാനുള്ള ഒരു സൂറത്തും അസൂയയില്ലാതെ ജീവിക്കാനുള്ള ഒരു സൂറത്തും ഞാൻ നിങ്ങൾക്ക് അവസാനം പഠിപ്പിച്ചുതരാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. 2 സൂറത്ത്, ചെറിയ സൂറത്ത്, നമുക്ക് മനപ്പാടുള്ള സൂറത്ത് തന്നെ. ഖൽബിൽ ആരോടും വെറുപ്പില്ലാതെ കഴിയാൻ, മനസ്സ് വിശാലമാകാനും അസൂയയില്ലാതെ കഴിയാനും, മറ്റുള്ളവരുടെ അസൂയയുടെ പ്രവർത്തനം നമ്മുടെ സ്വത്തിനെയോ സമ്പത്തിനെയോ നമ്മുടെ ധനത്തെയോ ബാധിക്കാത്ത രൂപത്തിലുള്ള 2 സൂറത്ത് ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇനി മറന്നുപോയാൽ എന്നെ ഓർമ്മിപ്പിച്ചാൽ മതി. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മഹാനായ സൈനുൽ ആബിദീൻ തങ്ങളാണ് നാളെ സ്വലാത്തിന് നേതൃത്വം നൽകുന്നത് ഇൻഷാ അല്ലാഹ്. എല്ലാവരും കൃത്യസമയത്ത് തന്നെ. വളരെയേറെ സന്തോഷമായി എനിക്ക്. കാരണം ഈ വർഷം നടന്ന വയലിന്റെ കൂട്ടത്തിൽ ഏറ്റവും സന്തോഷമായ വയലാണ് ഇന്നത്തെ വയൽ എന്നുള്ളത്. എന്തറിയോ, ഞാന് രാവിലെ വീട്ടിലെത്തി, കല്ലക്കട്ടയിലെത്തിയിരുന്നു. ഇന്നലെ വടകരയിലെ പരിപാടി കഴിഞ്ഞിട്ട് ഇപ്പൊ നേരെ പള്ളിയിൽ വന്നു. അവിടുന്ന് രാവിലെ ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പൊ വൈകുന്നേരം ഞാൻ മെസ്സേജ് അയച്ചു അന്വേഷിച്ചാക്ക്, ഞാൻ കല്ലക്കട്ടയിലുണ്ട്, മഗ്‌രിബ് നിസ്കരിച്ചിട്ട് അവിടുന്ന് വരാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു മഗ്‌രിബ് നിസ്കാരത്തിന് ഇവിടെ എത്തിയാൽ എന്റെ ടെൻഷൻ പോയേനെ. അപ്പൊ എല്ലാരും മഗ്‌രിബിന് എത്തണം എന്നുള്ള അത്രയും നിർബന്ധം ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്. അപ്പൊ ഇവിടെ വന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പ്രസംഗവും അൽഹംദുലില്ലാഹ് എല്ലാം കൂടി സദസ്സ് വളരെ ഭംഗിയായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനി പെട്ടെന്ന് നിർത്തിയാൽ മതി. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നാളെ ഇൻഷാ അല്ലാഹ് എല്ലാരും നല്ല മനസ്സോടെ വന്നിരിക്കും, നല്ല മനസ്സോടെ ഇൻഷാ അല്ലാഹ്. ആ ഒരു മനസ്സുള്ള കുറച്ച് ആളുകൾ, അത് 2 ആളായാലും മതി. ആ 2 ആളുള്ള സദസ്സിൽ വെച്ച് ദുആ ചെയ്താൽ 2 ലക്ഷം ആളുകൾക്ക് പ്രതിഫലം കിട്ടും. മനസ്സ് നന്നാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. കേട്ടോ സഹോദരങ്ങളെ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സുബഹി നമസ്കാരം കഴിഞ്ഞാൽ നിസ്കാരത്തിന് ശേഷം അവിടെ ക്ലാസ് സംഘടിപ്പിക്കാറുണ്ട്. സുബഹി നിസ്കാരത്തിന് ശേഷം ക്ലാസ് ഉണ്ട്. ക്ലാസ് കഴിഞ്ഞാൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനോട് പറയാണ്, ഇനി ദുആ ചെയ്യാൻ വേണ്ടി പറയണോ, ദ്വാരക്കാൻ വേണ്ടി പോണോ, അല്ലെങ്കിൽ ദുആക്ക് ആമീൻ പറയണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചു. ഞാനൊന്നും പറയുന്നില്ല. ഇത് ഹദീസാണ്. ഇത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇനി നിങ്ങൾ തീരുമാനിച്ചാൽ മതി. കേൾക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും തീരുമാനിക്കുക, ഞാൻ നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്തിട്ട് പ്രയോജനമുണ്ടോ? പതിരാ നേരത്ത് മരം കോച്ചുന്ന തണുപ്പത്തണീച്ചിട്ട് അല്ലാഹുവോട് കൈ ഉയർത്തിയിട്ട് ദുആ ചെയ്തിട്ട് കാര്യമുണ്ടോ? മഖ്ബറകളിൽ ചെന്ന് നെഞ്ചുപൊട്ടിയിട്ട് വേദനിച്ചിട്ട് കരഞ്ഞിട്ട് ദുആ ചെയ്തിട്ട് കാര്യമുണ്ടോ? കൂട്ടരെ, നിങ്ങൾ ഓർക്കണേ, ആരുടെ പ്രാർത്ഥനയാണ് അല്ലാഹുക്ക് വേണ്ടത്? അതാണ് ഞാൻ പറയാൻ പോകുന്നത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മളെ
നമ്മളെക്കാളും ശ്രേഷ്ഠരാണല്ലോ അല്ലെ, നമ്മളെക്കാളും ശ്രേഷ്ഠരല്ലേ? സ്വഹാബിയാണ്. സഹോദരങ്ങളെ, അവിടുന്ന് സുബഹി നമസ്കാരത്തിന് ശേഷമുള്ള ക്ലാസ് കഴിഞ്ഞാൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനോട് പറയുമായിരുന്നത്രേ, ഉൻഷിദുല്ലാഹ ഖാതിഅ റഹിമിൻ ലമ്മാ ഖാമ അന്നാ. എനിക്കൊരപേക്ഷയുണ്ട് സ്വഹാബത്തെ, നമ്മളെ ക്ലാസ് കഴിഞ്ഞു, ഇനി ദുആ ചെയ്യാൻ വേണ്ടി പോവാണ്, പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് എനിക്കൊരപേക്ഷയുണ്ട്. എന്താ അപേക്ഷ? ഈ സദസ്സിൽ കുടുംബ ബന്ധം മുറിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ എണീച്ചു പോകണേ. ദയവ് ചെയ്തവർ ഇവിടെ ഇരുന്നേക്കല്ലേ എന്ന് സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു فإنا نريد أن ندعو ربنا. കേട്ടോ പങ്ങളെ, സഹോദരിമാരെ, ജനങ്ങളിടയിൽ വെച്ചിട്ട് പെടുന്നനെ ബന്ധങ്ങൾ തകർക്കാനുള്ള സംസാരവും പ്രവർത്തനവും കൂടുതൽ ഉണ്ടാകുന്നത് പെണ്ണുങ്ങളുടെ ഭാഗത്ത് നിന്നാണല്ലോ. കുടുംബ ബന്ധത്തിന്റെ തകർന്നു പോയതിന്റെ ഒരു അംശം, ഒരു ഭാഗം പെണ്ണുങ്ങളിൽ ഉണ്ടാകുമല്ലോ, അത് ഉറപ്പാണല്ലോ. അതുകൊണ്ട് ഏതെങ്കിലും കുടുംബ ബന്ധവുമായിട്ട് നിസ്കരിക്കുന്ന ഉമ്മ, മുസ്ലിമിന്റെ പേര് വെച്ച് നടക്കുന്ന പങ്ങളെ, കരമുയർത്തിയിട്ട് അള്ളാഹുവിലേക്ക് നിങ്ങളുടെ കൈകൾ ഉയർത്തിയിട്ട് നിങ്ങളുടെ വിഷമങ്ങളും കുടുംബത്തിന്റെ വിഷമങ്ങളും അള്ളാഹുവിനോട് പങ്കുവെക്കുന്ന പങ്ങളെ, മഗ്രിബ് കഴിഞ്ഞിട്ട് ഇശാ വരെ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്തിൽ മുഴുകിയിരിക്കുന്ന പങ്ങളെ, സുബഹി കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്റുകളും ഖുർആനുമായിട്ട് കഴിഞ്ഞുകൂടുന്ന പങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന ഖൽബ് ഏതാണ്? അല്ലാഹു സ്വീകരിക്കുന്ന കരമേതാണ്? അല്ലാഹു സ്വീകരിക്കുന്ന പ്രാർത്ഥന ഏതാണ്? മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, സ്വഹാബത്തെ എണീച്ചു പോകണേ. കുടുംബ ബന്ധം മുറിച്ച ആളുകൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ എണീച്ചു പോകണേ. അവരിവിടെ ഇരുന്നേക്കല്ലേ. ഇന്നാ നുരീദു അൻ നദുവ റബ്ബനാ. ഞങ്ങളുടെ റബ്ബിനോട് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, ദുആ ചെയ്യാനുണ്ട്. വ ഇന്നാ അബ്വാബസ് സമാഇ മുർതജ്ജത്തുൻ ദൂന ഖാതിഉ റഹിം. സയ്യിദുനാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അതേ, പ്രാർത്ഥിക്കുന്ന ആളുകൾ കുടുംബ ബന്ധം മുറിച്ചവനാണെങ്കിൽ ആകാശത്തിന് മേൽപോട്ടവന്റെ ദുആ ഉയർന്നു പോവുകയില്ല, അവിടെ വെച്ചത് തടയപ്പെടുമെന്ന് സയ്യിദുനാ ഇബ്നു മസ്ഊദ്. ആരുടെ പ്രാർത്ഥന? സദസ്സില് നമ്മളിന് വന്ന തങ്ങള് നല്ല തങ്ങളാണ്, കറാമത്തുള്ള ആൾ തന്നെയാണ്, ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കണ്ണീര് പൊടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആലിമാണ്, തങ്ങളാണ്. സഹോദരങ്ങളെ, തങ്ങൾക്കൊരു കുഴപ്പമില്ല, തങ്ങളെല്ലാരോടും സ്നേഹത്തിലാണ്. നമ്മളവരെ വിളിച്ചു വരുത്തുന്നതും അവരെ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇവിടെ ഇരുന്നിട്ട് ആമീൻ പറയുന്ന കൂട്ടത്തിൽ ചില ആളുകൾ അതിന് തടസ്സമുണ്ട്. അത്തരം ആളുകൾ സദസ്സില് വരല്ലേ, ദുആക്ക് വരല്ലേ, ഖൽബ് നന്നാക്കാതെ ദുആ ചെയ്യല്ലേ. കുടുംബ ബന്ധത്തിനോട് ചൊടിച്ച ആളുകൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. സയ്യിദുനാ ഇബ്നു മസ്ഊദ്, അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. യാ അല്ലാഹ്, എത്ര ആളുകളായി സ്വന്തം കുടുംബത്തിനെതിരെ കേസ് കൊടുത്തിട്ടുള്ളത്, കുടുംബത്തിനെതിരെ കേസ് കൊടുത്തു. എത്ര ആളുകൾ കുടുംബത്തിനെതിരെ കേസ് കൊടുത്തു, ബുദ്ധിമുട്ടിക്കുക. ഇല്ലാത്ത കേസുകളൊക്കെ വെച്ച് കെട്ടുന്നവരില്ലേ കൂട്ടരെ? ഇല്ലേ? ചിന്തിച്ചോ. മുസ്ലിം ആണെങ്കിൽ അവന് ചേർന്ന പണിയല്ല, മുസ്ലിമാണെങ്കിൽ അവന് ചേർന്ന പണിയല്ല. അവിടെ നമ്മൾക്ക് വേണ്ടത് കെട്ടുറപ്പുള്ള സ്നേഹബന്ധമാണ്. അത് തകർന്നു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കത് മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ ആരോടും വെറുപ്പില്ലാതെ കഴിയാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതാ നിങ്ങൾ ഇനി ദുആ ചെയ്യേണ്ടത്. പഠിച്ചോൻ എൻ്റെ ഖൽബിനെ നീ വിശാലമാക്കണേ അല്ലാഹ്, ചൊടിയില്ലാത്ത ഖൽബ്.
നിസ്കാരം അതെല്ലാവർക്കും ഉണ്ട്, എല്ലാവരും നിസ്കരിക്കുന്നുണ്ട്. നെറ്റിയിലൊക്കെ തായമ്പ് കണ്ടാൽ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചോ പഠിച്ചനെ ഈ നാട്ടിൽ ഏറ്റവും വലിയ നിസ്കാരക്കാരിയാണ്. പക്ഷേ കൽബിൽ ഈമാനിന്റെ തായമ്പില്ല, കൽബില് ഈമാനിന്റെ തായമ്പില്ല. അതില്ലാത്തത് എന്തുകൊണ്ടാണ്? കുടുംബത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, കുടുംബത്തിനോടും ഉണ്ടെന്ന്. പിന്നെ ചില ആളുകളുണ്ട് കുടുംബത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നവര്, കുടുംബത്തിനൊക്കെ ഭയങ്കര പരിഗണിക്കുന്ന ആളുകൾ. പൈസ വേണം, ഓൻ കുറച്ച് പൈസക്കാരനാണെങ്കിൽ പിന്നെ ഓന്റെ കാലടി പോവും, ഓനെ കാണുമ്പോ മെയിൻറ്റെയിൻ ചെയ്യും, പിന്നെ ഓന്റെ വണ്ടി കാണുമ്പോ എണീച്ചിക്കും, ഓൻ വരുമ്പോ ബഹുമാനിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവും. ചിലപ്പോ അവർ ഒരു കാലഘട്ടത്തിൽ ഒന്നിനും കൊള്ളാതെ ചിലപ്പോ സാമ്പത്തികപരമായിട്ട് അവർ ഉയർന്ന രൂപത്തിലല്ലായിരുന്നു, അന്നേരം പോയി മെയിൻറ്റെയിൻ ചെയ്യാത്ത ആളുകളൊക്കെ ഇന്നിപ്പോ പണം കൂടിയപ്പോ പണത്തിന് വേണ്ടിയിട്ട് അവൻ അവസാനം പാടുന്ന ആളുകൾ. ഇത് പണത്തിന് വേണ്ടിയുള്ള ബന്ധമല്ല. അവര് ചറ്റപ്പുരയിൽ കഴിയുന്നവരായാലും നീ വലിയ പറവറക്കുന്നവനാണ്, നിന്റെ മക്കളും മുഴുവനും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരാണ്, എന്നാ നിന്റെ അനുജന്റെ മക്കളും അനുജനും ചിലപ്പോൾ മീൻ വിറ്റ് കഴിയുന്നവരാ, എന്നാലും വേണ്ടില്ല അവരോട് പോയി മിണ്ടണം നമ്മൾ അങ്ങോട്ട്. ഞാൻ നിങ്ങളോട് ഒരു കാര്യവും കൂടി പറയാം. പാർക്കുകളിലും ബീച്ചുകളിലും പോയിട്ട് പെരുന്നാളിന്റെ ദിനവും അതുപോലെയുള്ള സുന്ദരമായ മറ്റു നല്ല നല്ല ദിനങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്കൊക്കെ കച്ചവടത്തിന്റെ സമയത്തും അധ്വാനത്തിന്റെ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ഭാര്യയും മക്കളെയും മറ്റുള്ളവരെയും കൂട്ടിയിട്ട് പാർക്കിലും ബീച്ചിലും കടലോരങ്ങളിലും പോയിരുന്നിട്ട് തിലമാരകൾ എണ്ണിയിട്ട് നിങ്ങൾ അതിനോട് സംസാരിക്കുമ്പോ അതൊന്നും ഗുണം കിട്ടാൻ പോകുന്നില്ല. നേരെ മറിച്ചിട്ട് ആ കിട്ടിയ ഒരു അരമണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ നിങ്ങൾ ഉമ്മാന്റെ കുടുംബത്തിനെ കാണാൻ, ഉപ്പാന്റെ കുടുംബത്തിനെ കാണാൻ, അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധമുള്ള അനുജന ജ്യേഷ്ഠന് പൊങ്ങന്മാർ അവരെ കുടുംബത്തിനെ കാണാൻ വേണ്ടി പോയാൽ അൽഹംദുലില്ലാഹ് കിട്ടുന്നത് നിങ്ങൾക്ക് ഒരുപാട് വർഷത്തെ ആയുസ്സാ കിട്ടുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് വേണോ ഈമാൻ നിലനിന്ന് പോണോ? എന്ത് വേണം? അവിടെ നമ്മൾ അഹങ്കാരം പാടില്ല. ഞാൻ അവനോട് പോയിട്ട് മിണ്ടാനോ, അതിനൊന്നും ഞാനായിട്ടില്ല. ഓനോട് പോയിട്ട് മിണ്ടാനോ? ഓനാരാ? ഓൻ ഇപ്പല്ലേ നന്നായത്, ഓൻ ഇപ്പല്ലേ ഈ കോലത്തിലായത്, ഓനൊക്കെ മുമ്പാരായിരുന്നു പറയാൻ തുടങ്ങി അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കണേ എന്റെ പ്രിയപ്പെട്ടവരെ. അവളെടുത്ത് പോയിട്ട് ഓളോട് മിണ്ടാനും ഓളോട് ഓളെ മെയിൻറ്റെയിൻ ചെയ്യാനും ഓളാരാണ് ഞാനാരാണ് പറഞ്ഞുതരാം. 2 വട്ടം മുൻദ്വാരത്തിലൂടെ വന്നവരാ നമ്മള്, 2 വട്ടം മുൻദ്വാരത്തിലൂടെ വന്നവരാ നമ്മള്, വേറൊന്നുമല്ല. നമ്മൾ അത്രേ ചിന്തിക്കാനുള്ള. 2 വട്ടം മുൻദ്വാരത്തിലൂടെ വന്നവരാ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദുനിയാവിൽ അഹങ്കരിക്കുന്ന മനുഷ്യനോട് പറഞ്ഞത് അത്രേ ഉള്ളൂ. അബൂബക്കർ തങ്ങൾ പറഞ്ഞത്, നീ ഒന്നും അഹങ്കരിക്കാനില്ല മോനെ, 2 വട്ടം മുൻദ്വാരത്തിലൂടെ വന്നു. അതുകൊണ്ട് പണക്കം മാറ്റണേ. നമ്മൾ മുസ്ലിമാണ്, മുസ്ലിമീങ്ങൾക്കത് ചേർന്നതല്ല. ഹദീസിന്റെയും ചരിത്രങ്ങളുടെയും പശ്ചാത്തലം അങ്ങനെയാണ്. ഇസ്ലാം നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത് അങ്ങനെയാണ്. അതിനാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങോട്ട് ചൊടിച്ചു നിൽക്കുന്നവരോടടക്കം അങ്ങോട്ട് പോയി മിണ്ടിയിട്ടവരോട് അവരോട് സംസാരിച്ചിട്ട് സ്നേഹത്തോടെ കഴിയണമെന്ന് പഠിപ്പിക്കുന്നു സയ്യിദുനാ റസൂലുള്ളാഹ്. ലൈസൽ വാസിലു ബിൽ മുകാഫി വലാകിന്നൽ വാസിലല്ലദീ ഇദാ ഖുതിഅത റഹിമുഹു വസലഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇങ്ങോട്ട് ചെയ്യുന്നത് പോലെ അങ്ങോട്ടും ചെയ്യുന്നവൻ യഥാർത്ഥത്തിൽ ബന്ധങ്ങൾ ചേർക്കുന്നവനല്ല. ഇങ്ങോട്ട് ചെയ്യുന്നത് പോലെ ഓനെ എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ എനിക്കെന്താ ഓനെതിരെ കേസ് കൊടുത്താല്? ഓൻ എന്റെ മോനെ തല്ലിയിട്ടുണ്ട്, പിന്നെ എനിക്കെന്താ ഓനെ തല്ലിയാല്? അല്ലേ? ഓൻ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, പിന്നെ എനിക്കെന്താ ഓനെ ചീത്ത വിളിച്ചാൽ? കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ അവരിങ്ങോട്ട് പറഞ്ഞു എന്ന് വെച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പറയാനുള്ളതല്ല. ചിന്തിച്ചു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അവരെന്തെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞു എന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പറയുന്നത് യഥാർത്ഥത്തിൽ കുടുംബ ബന്ധം ചേർക്കലല്ല. സയ്യിദുനാ റസൂലുള്ളാഹി അത്രയൊന്നും വേണ്ട, ഇന്ന് അത്രയൊന്നും ആവശ്യമേ ഇല്ല. ഈ പറഞ്ഞതിന് ധാരാളം അല്ലേ? ഈ പറഞ്ഞതിന് ധാരാളായി, നന്നാകാൻ ധാരാളായി. നാളെ മുതൽ സുബഹിയാകുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിച്ചിട്ട് ഇന്നത്തെ രാത്രി 10 മണിയാകുമ്പോ പല മൊബൈലിലേക്കും കോള് വേണം.
ഇൻഷാ അല്ലാഹ് പടച്ചറബ് തൗഫീഖ് ചെയ്യട്ടെ. അവരെ നമ്പർ എവിടെന്നാലും സംഘടിച്ചുകൊണ്ട്, അതല്ല കാറുണ്ട് ബൈക്കുണ്ട്, അങ്ങോട്ട് ചെന്ന ഇന്നത്തെ രാത്രിയിൽ വാതിലെന്നെ മുട്ടണം. നമ്മൾ അവരുടെ മുമ്പിൽ ചെന്നിട്ട് മാപ്പ് ചോദിക്കണം. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിലോ മാപ്പ് കൊടുക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ വെച്ച് ഏറ്റവും വലിയ നീചൻ ആരാണെന്നറിയോ? ആരാ നീചൻ? ആരാ നീചൻ? നികൃഷ്ടനാരാ? ചെയ്ത തെറ്റിന് ഒരാൾ വന്നിട്ട് നമ്മളോട് മാപ്പ് ചോദിച്ചു, മാപ്പ് കൊടുത്തില്ല, ഓനാ നീചൻ. മാപ്പ് കൊടുത്തില്ലെങ്കിൽ ഓനാണ് നീചൻ. അതുകൊണ്ട് നിങ്ങളെ ചിന്തിച്ചോ, ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിച്ചത് ഒരാളെ ഉള്ളൂ, സയ്യിദുനാ റസൂലുള്ളാഹി. എല്ലാ ഭാഗത്തു നിന്നും കൂരമ്പുകള്, എല്ലാ ഭാഗത്തു നിന്നും കുത്തുവാക്കുകള്, എല്ലാ ഭാഗത്തു നിന്നും അക്രമങ്ങൾ നേരിടേണ്ടി വന്ന ഒരാളാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹുമ്മ ഗഫിർലി ഖൗമി, എന്റെ സമൂഹത്തിന് നീ പുറത്തു കൊടുക്കണേ. അതാ ഖൽബ് എന്ന് പറയുന്നത്. അതാ ഖൽബ്. ഒരാളോടും ചെയ്തതിന് പകരം അങ്ങോട്ട് ചെയ്യാനുള്ള മനസ്സ് സ്വഹാബത്തിനോടോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിനോടോ പഠിപ്പിച്ചിട്ടില്ല. അതിനാൽ നമ്മൾ വേണ്ടത്, ആരൊക്കെ നമ്മെ ഉപദ്രവിച്ചോ, ഫിത്ന പറഞ്ഞു, ഗീബത്ത് പറഞ്ഞു, കുറ്റപ്പെടുത്തി, കളിയാക്കി, കളവ് പറഞ്ഞു, ഇല്ലാത്തത് പറഞ്ഞു, എന്തു ആകട്ടെ, മാപ്പ് ചോദിക്കണേ. ചോദിച്ചു വരുന്നവർക്ക് മാപ്പ് കൊടുക്കണേ. സ്വഹാബത്തിന്റെ മുന്നിൽ വെച്ചിട്ട് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തെ, രണ്ടുപേര് നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നതാ. അവർക്ക് ഹിസാബില്ല. മഹ്ശറയിലേക്ക് വരുമ്പോ സ്വർഗ കവാടമെല്ലാം തുറന്നു വെച്ചിട്ട് അവരെ മാടി വിളിക്കും. ഇങ്ങോട്ട് വരി, ഇങ്ങോട്ട് വരി എന്ന് പറഞ്ഞിട്ട് മാടി വിളിക്കുന്നതാ. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബത്തെ, ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന രണ്ട് വിഭാഗം ആരാണെന്നറിയുമോ? ഒരു വിഭാഗം പെരടിയിൽ അവർ വാള് തൂക്കപ്പെട്ടവരായിട്ട് മഹ്ശറയിലേക്ക് വരുന്നു. അവർ രക്തസാക്ഷികളാണ്. അവർക്ക് ഹിസാബില്ല. മറ്റു ചില ആളുകള്, ആയിരക്കണക്കിന് ആളുകൾ മഹ്ശറ ലോകത്തേക്ക് കടന്നു വരുമ്പോ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവരെ സ്വർഗം മാടി വിളിക്കുന്നു, നിങ്ങൾ എന്നിലേക്ക് ചേർക്കപ്പെട്ടവരാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് വരി എന്ന് പറഞ്ഞിട്ട് സ്വർഗം അവരെ മാടി വിളിക്കുന്നു. ഹിസാബില്ല. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആരാണ് ആ വിഭാഗം എന്നറിയുമോ? ദുനിയാവിൽ അവരോട് പലരും അക്രമം ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്, അവരെ ഉപദ്രവിച്ചിട്ടുണ്ട്, ഫിത്ന പറഞ്ഞിട്ടുണ്ട്, ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, പരദൂഷണം പറഞ്ഞിട്ടുണ്ട്, കളവ് പറഞ്ഞിട്ടുണ്ട്, ചതിച്ചിട്ടുണ്ട്, വഞ്ചിച്ചിട്ടുണ്ട്. എന്നാലും അവർ അങ്ങോട്ട് മാപ്പ് കൊടുത്തവരാണ്, പൊരുത്തപ്പെട്ടു കൊടുത്തവരാ. അതിനാൽ സ്വഹാബത്തെ, അക്രമം ചെയ്തതിന്റെ പേരിൽ, ഏൽക്കേണ്ടി വന്നതിന്റെ പേരിൽ, അങ്ങോട്ട് മാപ്പ് കൊടുത്തതിന്റെ പേരിൽ അല്ലാഹു അവരെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടത്തുന്നു. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബങ്ങളുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ഒരു വാക്ക് മതി കൂട്ടരെ നന്നാക്കാൻ. അത് സാരമില്ലടാ, അത് സാരമില്ല മോളെ, എനിക്കല്ലേ അത് സാരമില്ല, ഞങ്ങൾക്കല്ലേ അത് സാരമില്ല, അത് പ്രശ്നമില്ല എന്നുള്ള ഒരു വാക്ക് പറഞ്ഞാൽ മതിമോനെ, സ്വർഗം നിന്നെ മാടി വിളിക്കുന്നതാ. അതെല്ലാം മാപ്പ് ചോദിച്ചു വന്നു, നിന്റെ അടുത്ത് വന്നപ്പോ നീ മൈൻഡ് ചെയ്തില്ല, മുഖം തിരിച്ചു, മുഖം ചൊളിച്ചു, പുറത്തു കൊടുക്കാൻ കഴിയാത്ത അത്രയും നിന്നെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ നീ മൈൻഡ് ചെയ്തില്ല, കൈപിടിച്ചില്ല, സലാം അടക്കിയില്ല. അവർ വരുമ്പോ വാതിലടച്ചു, അല്ലെങ്കിൽ അവർ മിണ്ടാൻ വേണ്ടി വരുമ്പോ ആ വടിയിൽ നിന്ന് നീ മാറി നിന്നു. പൊന്നുമോനെ, മോളെ, അവർ നിന്റെ അടുത്ത് വന്ന് മാപ്പ് ചോദിക്കാനുള്ള വകുപ്പുകൾ അപ്പോഴെല്ലാം നീ അവർക്ക് മാപ്പ് കൊടുക്കുന്നതിൽ നിന്ന് മാറി നിന്ന നഷ്ടം നിങ്ങൾക്കാ, ചോദിച്ചു വന്നവർക്ക് നഷ്ടമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അതിനാൽ ഇന്നത്തെ ഈ വിഷയത്തിൽ അവസാനമായിട്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ,
നിസ്കരിക്കുന്നവരാണോ, നോമ്പ് പഠിക്കുന്നവരാണോ, ഖുർആൻ ഓതുന്നവരാണോ, നല്ല നല്ല അമലുകൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണോ? വിശുദ്ധമായ റമദാനല്ലേ കടന്നു വരുന്നത്. പുണ്യമായ റമദാനിനോടനുബന്ധിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട 2 മാസം റജബും ശഅബാനും അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മാനമായി തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് സുന്നത്ത് നോമ്പ് പിടിച്ചവരുണ്ട്, കഴിഞ്ഞ കൊല്ലം ഖലായ നോമ്പ് നോറ്റവരുണ്ട്, അതുപോലെ തന്നെ നല്ല നല്ല അമലുകൾ ചെയ്യാൻ താല്പര്യം കാണിച്ചവരുണ്ട്. വാട്സപ്പിലൂടെ വരുന്ന, നെറ്റിലൂടെ വരുന്ന, അല്ലെങ്കിൽ കൈകളിലുള്ള വീടുകളിലുള്ള ഏടുകൾ നോക്കിയിട്ട് ആയിരക്കണക്കിന് ദിക്റുകൾ ചൊല്ലി ദുആ ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, റബ്ബ് നിങ്ങളെ നോക്കുന്നത് ബന്ധം ചേർക്കുന്നവരാണോ, അവരിണങ്ങിക്കടിയുന്നവരാണോ, കുടുംബത്തിനോട് പൊരുത്തപ്പെട്ട് കഴിയുന്നവരാണോ, മനസ്സറിഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ സംസാരിക്കുന്നവരാണോ? എന്നാൽ നിങ്ങളിൽ നിന്ന് ഏത് അമലും അല്ലാഹു അവിടുന്ന് സ്വീകരിക്കാൻ തയ്യാറാണ്. ഇല്ലേ, തങ്ങളായാലും റബ്ബ് വലിച്ചെറിയുന്നതാണ്, വലിയായാലും റബ്ബ് വലിച്ചെറിയുന്നതാണ്, പണ്ഡിതനായാലും റബ്ബ് വലിച്ചെറിയുന്നതാണ്. ഈ കുടുംബ ബന്ധത്തെ തകർക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിഷയം പറയാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിന്നിട്ട് മണിക്കൂറുകളോളം നിങ്ങളുടെ മുമ്പിൽ പറയുന്ന, ഞാൻ എന്റെ കുടുംബത്തിനോട് ചൊടിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്റെ കുടുംബത്തിനോട് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ, കൂട്ടരെ, ഈ ഉറച്ച ശബ്ദം വെറുതെയാ, ഈ പറഞ്ഞ മണിക്കൂറുകൾ വെറുതെയാ, യാത്ര ചെയ്ത യാത്ര വെറുതെയാ, ഇതെല്ലാം നോക്കി വെച്ച് കണ്ടുവെച്ച എന്റെ ഈ നോട്ടവും ഈ ചിന്തയും ഈ പഠിച്ചതും എല്ലാം വെറുതെയാ. ഇത് ഞാൻ വെറുതെയല്ല പറയുന്നത്. ലോകത്ത് നമ്മൾക്ക് ദീന് എന്തായിരിക്കണമെന്ന് പഠിപ്പിച്ചത്, എങ്ങനെയായിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ചത്, ഏത് രൂപത്തിലാണ് നിങ്ങൾ ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ചത് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതിനാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പവിത്രമായ റമദാൻ നമ്മളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് പൊന്നുമോനെ, മോളെ, കൽബൊന്നു നന്നായി കൂടെ. ഇത്രകാലം ദേശം പിടിച്ച് നടന്നിട്ട് എന്ത് നേടി? പിണങ്ങി നടന്നിട്ട് നമ്മൾ എന്ത് നേടി? ചൊടിച്ച് നടന്നിട്ട് നമ്മൾ എന്ത് നേടി? മിണ്ടാതെ നടന്നിട്ട് നമ്മൾ എന്ത് നേടി? ശത്രുതയോടെ നടന്നിട്ട് നമ്മൾ എന്ത് നേടി? കൂട്ടരെ, മുസ്ലിമാണോ? അല്ലാഹു നിനക്ക് തരാൻ വെച്ചത് തടുക്കാൻ ഒരാൾക്കും കഴിയില്ലടാ. മുസ്ലിമാണോ മോളെ? റബ്ബ് നിനക്ക് തരാനും നൽകാനും ഉദ്ദേശിച്ചത് തടയാൻ ലോകത്തൊരു ശക്തിയുമില്ല പെങ്ങളെ. ഇനിയോ അല്ലാഹു തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തരാനും ഒരു ശക്തിക്കും കഴിയില്ല. ഈ വിശ്വാസമുണ്ടായാൽ ലോകത്തൊരാളും ഒരാളോടും ശത്രുത കാണിക്കൂല, വെറുപ്പ് പ്രകടിപ്പിക്കൂല. എന്റെ റബ്ബ് ഞാൻ എന്റെ സുഹൃത്തിനോട്, എന്റെ കുടുംബത്തിനോട് ചൊടിച്ചു നിൽക്കുമ്പോഴെല്ലാം എന്റെ റബ്ബ് എന്നോട് പിണങ്ങാണ്. എനിക്ക് കാഴ്ച തന്ന റബ്ബ്, എനിക്ക് കേൾവി തന്ന റബ്ബ്, എന്റെ ഹൃദയത്തെ ചലിപ്പിക്കുന്ന റബ്ബ്, ചിന്തിപ്പിക്കുന്ന റബ്ബ്, അവയവങ്ങൾക്ക് ആരോഗ്യം തന്ന റബ്ബ്, എനിക്ക് സമ്പത്ത് തന്ന റബ്ബ്, മക്കളെ തന്ന റബ്ബ്, കുടുംബത്തെ തന്ന റബ്ബ്. ഞാൻ എന്റെ കുടുംബത്തിനോട് പിണങ്ങി നിൽക്കുമ്പോഴെല്ലാം ആ റബ്ബ് എന്നോട് കോപിക്കുകയാണ്. ചിന്തിച്ചു നോക്കണേ മോനെ. ഇന്നത്തെ രാത്രി ഇശാ നിസ്കാരത്തിന് പള്ളിയിൽ കയറിയിട്ട് ഉസല്ലി ഫർളൽ ഇശാഇ 4 റകഅത്ത് മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലതി അദാഅൻ ലില്ലാഹി തആല. പുണ്യമായ റമളാനിൽ നവൈതുൽ ഇഅ്തികാഫ് ഫി ഹാദൽ മസ്ജിദ് ലില്ലാഹി തആല എന്ന് പറഞ്ഞിട്ട് ഓരോരോ അമലുകളും ലില്ലാഹി തആല, ലില്ലാഹി തആല, ലില്ലാഹി തആല, അല്ലാഹ് കാണടാ, അല്ലാഹ് കാണടാ, അല്ലാഹ് കാണടാ എന്ന് പറഞ്ഞിട്ട് നീ റബ്ബിന് വേണ്ടിയിട്ട് നിന്റെ ആരോഗ്യത്തിൽ ചെയ്തു തീർത്തിട്ടുള്ള സർവ്വാമലുകളും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു അത് നിന്നിൽ നിന്ന് സ്വീകരിക്കണോ മോനെ? അത് വൃഥാവിലായി കളയാതിരിക്കണോ? ആ നിൻ ചെയ്തിട്ടുള്ള അമലുകളൊക്കെ റബ്ബ് നിന്നിൽ നിന്ന് പൊരുത്തപ്പെട്ട് സ്വീകരിക്കണോ? ചൊടി മാറ്റിക്കോ, പണക്കം മാറ്റിക്കോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പിണക്കം വന്നു ചേരുന്നത്, ഈ പിണക്കം വന്നു ചേരുന്നത് ഭാര്യ ഭർത്താക്കന്മാരിലാകാം. അവിടെയും നിങ്ങളെ പിണക്കം മാറ്റണേ.
ലോകത്ത് ഏറ്റവും കൂടുതൽ ഇബ്ലീസ് സന്തോഷിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാരെ പണങ്ങുമ്പോഴാ. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മരിക്കുവോളം നിങ്ങൾ സ്നേഹത്തോടെ ഇണകളായി കഴിയുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയും അതിനു വേണ്ടിയിട്ട് ഒരുക്കം കൂട്ടുകയും ആ രൂപത്തിൽ നിങ്ങൾ സംസാരിക്കുകയും ചെയ്യണേ. ഇനി അതേപോലെ തന്നെ മക്കളും മാതാപിതാക്കളും പ്രിയപ്പെട്ടവരെ, സ്വർഗതുല്യമായ ജീവിതം നയിക്കേണ്ടവരാണ് മക്കളും മാതാപിതാക്കളും എന്നുള്ളത്. അവിടെയും പണക്കം വേണ്ട. അതോടുകൂടെ തന്നെ കടന്നു വരുന്ന ബന്ധമുണ്ടല്ലോ, നിന്റെ രക്തത്തിൽ പിറന്ന ജ്യേഷ്ഠൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നിന്റെ രക്തത്തിലായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുള്ള പങ്ങന്മാര്, ആങ്ങളമാര്, പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ഒരു സെന്റ് ഭൂമിക്ക് വേണ്ടിയിട്ട്, അര സെന്റ് മണ്ണിന് വേണ്ടിയിട്ട്, പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരിൽ നിന്നെങ്കിലും പിടിച്ചു പറിച്ചിട്ടുണ്ടെങ്കിൽ കൊടുത്തോ മോളെ, കൊടുത്തോ മോനെ. കുടുംബത്തിന് തടസ്സം നിന്നുകൊണ്ട് നിങ്ങള് ഏതെങ്കിലും ആളുകളിൽ നിന്ന് ബന്ധങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു പറിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലടാ, നാളെ മഹ്ശറ ലോകത്തേക്ക് നീ കടന്നു പോകുമ്പോ പൊന്നുമോനെ, ഏതൊക്കെ ഭൂമിയാണോ കുടുംബത്തിൽ നിന്ന് നീ പറ്റിച്ചു വാങ്ങിയിട്ടുള്ളത്, പിടിച്ചു പറിച്ചു വെച്ചിട്ടുള്ളത്, ആ ഭൂമിയും അതിനോട് ചേർന്നിട്ടുള്ള 7 ഭൂമിയും നിന്റെ പെരടയിൽ വെച്ചിട്ടല്ലാതെ നീ മഹ്ശറ ലോകത്തേക്ക് കടന്നു പോവുകയില്ല. അതിനാൽ അരസന്റെ മണ്ണിന് വേണ്ടിയിട്ട് നിങ്ങൾ മത്സരിക്കല്ലേ. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അന്നത്തെ കാലഘട്ടത്ത് വെച്ചിട്ട് പറഞ്ഞില്ലേ സഹാബത്തെ, ജീവിതത്തിൽ ചില ആളുകൾ മുണ്ടനം ചെയ്യപ്പെടും. തലമുണ്ടനം ചെയ്യുന്നതിനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, തലമൊട്ടയടിക്കുന്നതിനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചില ആളുകളുടെ ഈമാന് നശിച്ചു പോകുന്നതാണ്, ഈമാന് നശിച്ചു പോകുന്നതാണ്, ഖൽബിൽ നിന്ന് ഈമാൻ അകന്നു പോകുന്നതാ. ആരുടേതാണെന്നറിയുമോ? ആരോടൊക്കെ നിങ്ങൾ ശത്രുത വെച്ച് നടക്കുന്നുണ്ടോ? ആരോടൊക്കെ ശത്രുത വെച്ച് നടക്കുന്നുണ്ടോ പെങ്ങളെ? ആ ശത്രുത വെച്ച് നടക്കുന്നവരെ ഖൽബിൽ ഈമാനില്ല, മൊട്ടയടിച്ച മുണ്ടനം ചെയ്ത തല പോലെയാ. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബക്കാരോട് ചൊടിക്കരുത്, അയൽവാസികളോട് പണങ്ങരുത്, ദുനിയാവിന്റെ ഒരിത്തിരി കാര്യത്തിന് പോലും മത്സരിക്കല്ലേ, പണങ്ങല്ലേ. മുസ്ലിമാണ് നമ്മൾ, മുസ്ലിമിന് പണക്കമില്ല, മുസ്ലിമിന് അണക്കം മാത്രമേ ഉള്ളൂ, മുസ്ലിമിന് കൂട്ടിച്ചേർക്കൽ മാത്രമേ ഉള്ളൂ, തകർക്കലില്ല. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ മാറ്റം വരുത്താൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് തരട്ടെ. കയ്യൂക്കുള്ളവന് കാര്യസ്ഥൻ എന്ന് പറഞ്ഞതുപോലെ ഏതെങ്കിലും നിലപാടില് എനിക്ക് പവറുണ്ട്, ഹാൻഡ് പവറുണ്ട്, ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്, ഞാനൊരു നേതാവാണ്, ഞാൻ ഇത്തിരി കഴിവുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് നിന്നെക്കാളും തരം താഴ്ന്നവരായിട്ട് കഴിയുന്ന, അല്ലെങ്കിൽ നിന്നെക്കാളും താഴ്ന്ന രീതിയിൽ ജീവിക്കുന്ന നിന്റെ കുടുംബത്തിൽപ്പെട്ടവരോ അയൽവാസികളോ ആയിട്ടുണ്ടെങ്കിൽ തർക്കിക്കല്ലേ, ദേഷ്യം പിടിക്കല്ലേ, അവരെ കളിയാക്കല്ലേ. ഉമ്മമാരെ പ്രത്യേകിച്ച് നിങ്ങളോട് പറയാണ്, ഒരു കല്യാണത്തിന് പോയി വന്നിട്ട്, വീട് കുടിയലിന് പോയിട്ട് വന്നിട്ട്, ഏതെങ്കിലും കുടുംബാംഗങ്ങളെ വീട്ടിലുള്ള സൽക്കാരത്തിന് പോയി വന്നിട്ട് ആ വീട്ടുകാരെ നിങ്ങളെ കളിയാക്കിയ പെണ്ണാണോ? അവിടെ കണ്ട കുറ്റങ്ങൾ എടുത്ത് പറഞ്ഞിട്ട് ചിരിച്ചവളാണോ? ഉമ്മ ചെയ്യുന്ന അമലുകൾ വെറുതെയാ, എല്ലാം വെറുതെയാണ്. ദുനിയാവിൽ ജനങ്ങളെ കളിയാക്കി നടക്കുന്നവർക്കുള്ള ശിക്ഷ നിങ്ങൾക്കറിയണോ കൂട്ടരെ? കുടുംബത്തിനെ കളിയാക്കുന്നവർ, വാട്സപ്പിലൂടെ കളിയാക്കുന്നവർ, ഒരു ഫോട്ടോ ഇട്ടപ്പോ ആ ഫോട്ടോ വെച്ചിട്ട് കളിയാക്കുന്നവർ, കാര്യമായിട്ട് അവനോടുള്ള വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അവന്റെ വോയിസിനെയും അവന്റെ വീഡിയോസിനെയും അവന്റെ ഇമേജിനെയും കളിയാക്കുന്നവര്, ജീവിതത്തെ കളിയാക്കുന്ന ആളുകള്, കുടുംബത്തിനെ കളിയാക്കുന്ന ആളുകള് കേട്ടോളൂ, ആ വിഭാഗം നാളെ മഹ്ശറയിലേക്ക് വരും.
അവര് നാളെ മഹ്ശറയിലേക്ക് വരും. മഹ്ശറയിലെത്തി കഴിയുമ്പോ അവരിങ്ങനെ ഹിസാബിനായിട്ട് കാത്തു നിൽക്കുന്ന സമയത്ത് സ്വർഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു വാതിൽ തുറക്കും. കളിയാക്കിയ ആളുകൾക്ക് നേരെ. ഞാൻ ഒരാളെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തുമ്പോ എനിക്ക് നേരെ സ്വർഗത്തിന്റെ ഒരു വാതിൽ ഇങ്ങനെ തുറന്നു തരും. അപ്പൊ കളിയാക്കല നല്ലതല്ലേ? കേട്ടോ എന്താ സംഭവിക്കുന്നത്? സ്വർഗത്തിന്റെ വാതിൽ ഇങ്ങനെ തുറന്നു വെച്ചു. സ്വർഗം ഇങ്ങനെ ഹലുമോ 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 ഇങ്ങോട്ട് വരി എന്ന് പറഞ്ഞിട്ട് സ്വർഗം അവനെയും അവളെയും ആടി വിളിക്കും. സന്തോഷായി അവർക്ക്. സ്വർഗല്ലേ വിളിക്കുന്നത്, പോകാതിരിക്കുകയില്ലല്ലോ. ഓടിച്ചെന്നു സ്വർഗത്തിന്റെ തുറക്കപ്പെട്ട വാതിന്റെ അടുത്തെത്തുമ്പോ പരിശുദ്ധ റസൂല് പറഞ്ഞു, കവാടമടഞ്ഞു. ആ കവാടം അടഞ്ഞ ഉടനെ തന്നെ രണ്ടാമത്തെ വാതിൽ അങ്ങ് തുറന്നു. ഇതിലെ വന്നോ. അവിടത്തേക്ക് ഓടിച്ചെന്നു. ആ വാതിലും അടഞ്ഞു. മൂന്നാമത്തെ വാതിലും തുറന്നു. അതിലൂടെ പോകാമെന്ന് കരുതിയിട്ട് അതിലേക്ക് ചെന്നെത്തുമ്പോ ആ വാതിലും കൊട്ടിയടഞ്ഞു. എന്നാൽ നബി തങ്ങളെ പറയുന്നു, നാലാമത്തെ വാതിലങ്ങ് തുറന്നിട്ട് വിളിക്കുന്നു. ഇവരവിടത്തേക്ക് പോകുന്നില്ല. ആ സമയത്ത് അവർക്ക് ബോധ്യമായി, ഇതെന്നെ കളിയാക്കുകയാണ്, ഇതെന്നെ പരിഹസിക്കുകയാണ്. കേട്ടോളൂ, ജനങ്ങളെ പരിഹസിച്ച് നടക്കുന്നവനാണോ? പാർട്ടി നോക്കിയിട്ട് കളിയാക്കുന്നവനാണ്, ഗ്രൂപ്പ് നോക്കിയിട്ട് പരിഹസിക്കുന്നവനാണ്, കുടുംബത്തിന്റെ ബന്ധങ്ങളെ മറന്നുകൊണ്ട് കളിയാക്കിയവനാണോ? കളിയാക്കിയ പെണ്ണാണോ? എത്ര വലിയവനായാലും എത്ര വലിയവരായാലും എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സഹോദരങ്ങളെ, നബി തങ്ങളെ പറയുകയാ, നാലാമത്തെ വാതിലങ്ങ് തുറന്നു വെച്ചിട്ട് വിളിക്കുമ്പോ പോകുന്നില്ല. എന്തേ? നാലാമത്തെ വാതിലിന്റെ അടുക്ക് എത്തുമ്പോഴും സ്വർഗത്തിന്റെ സ്വഭാവം ഇത് തന്നെയാണ്. അടയുന്ന ഉറപ്പായി. പരിഹാസ രൂപത്തിൽ നാണിച്ചവരായിട്ട് അവരവിടെ നിൽക്കുമ്പോ സ്വർഗത്തെ കാക്കുന്ന മലക്കങ്ങ് വരുന്നു. ആ വിഭാഗത്തെ പിടികൂടിയിട്ട് നരകത്തെ കാക്കുന്ന മലക്ക് വരുന്നു. നരകത്തെ കാക്കുന്ന മലക്ക് വന്നിട്ട് അവരെ പിടികൂടുന്നു. എന്നിട്ട് നരകത്തിന്റെ പടുകുടിയിലേക്ക് അവരെ വലിച്ചെറിയുന്നു. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ജനങ്ങളോട് വെറുപ്പുള്ളവരായിട്ട് അവരോട് ദേഷ്യം വെച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കളിയാക്കല്ലേ. നിങ്ങളെ കളിയാക്കിയാലും നിങ്ങൾ അങ്ങോട്ട് പരിഹസിക്കല്ലേ. ഒന്നും ചില ആൾക്കാർ പറയില്ല. ഒരുത്തം വന്നിട്ട് നമ്മളോട് പറഞ്ഞു, നിന്നെ കുറിച്ച് അയാൾ എന്തെല്ലോ പറയുന്നുണ്ടായല്ലോടാ, എന്തൊക്കെയോ നിന്നെ കുറിച്ച് പറയുന്നുണ്ടായല്ലോ, ഞാൻ കേട്ടല്ലോ. ആരാ പറഞ്ഞ? ഓനല്ലേ? ഓൻ എനിക്ക് അറിഞ്ഞൂടെ? അത് മതി കളിയാക്കൽ. എന്താ അറിഞ്ഞൂടെന്ന് വെച്ചാൽ, ഓന്റെ മുമ്പത്തെ അവസ്ഥ എനിക്കറിയാലോ അല്ലേ? ഓൻ അങ്ങനെയാ ഇങ്ങനെയാ നിൽക്കുന്ന. അതിന്റെ അപ്പുറം ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഒറ്റ വാക്ക് മതി. അള്ളാഹു നമ്മെ കാക്കട്ടെ, പഠിച്ചോ നമ്മെ കാക്കട്ടെ. അതുകൊണ്ട് സൂക്ഷിച്ചോ, സംസാരിക്കുന്ന സമയത്ത് നാവിനെ നമ്മൾ സൂക്ഷിച്ചോ. പരിശുദ്ധ റസൂല് പറഞ്ഞു, നാളെ മഹ്ശറ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തിലേക്ക് മുഖം കുത്തി വലിച്ചെറിയപ്പെടാൻ കാരണമാകുന്നത് മനുഷ്യ ജീവിതത്തിലെ നാവാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഗൗരവത്തോടെ കാണേണ്ട വിഷയമായിട്ട് ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് പണക്കം മാറ്റുന്നതിനെ കുറിച്ച് അല്പം കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് വരികയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ചില ബന്ധങ്ങൾ ഇന്ന് പല നിലക്കും ബന്ധങ്ങൾ തകരുകയാണല്ലോ. ചില ആൾക്കാർ പറയേ, അതിലൊന്നും ഇടപെട്ടിട്ട് കാര്യമില്ല, നമ്മളൊന്നും ഇടപെടാൻ നിൽക്കണ്ട. ഓള് പറയും, അവരെന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ അതിൽ ഇടപെടാൻ നിൽക്കണ്ട. മനസ്സിലായല്ലോ? അങ്ങനെ ചിലപ്പോൾ ഓള് പറയും. കാരണം എന്താ? അതൊക്കെ പിന്നെ അവസാനം നമ്മുടെ തലയിലേക്ക് വരും. നമ്മൾ നല്ല മനസ്സുമായിട്ട് ചെല്ലണം. അതിന്റെ ശ്രേഷ്ഠത എന്താണെന്നറിയോ നിങ്ങൾക്ക്? കേട്ടോ, ഇതുണ്ടായാൽ തന്നെ മതി, നിസ്കാരം ഒന്നും വേണ്ട കൂട്ടരെ. അല്ലാഹ് ഈമാനോടെ മരിപ്പിക്കാൻ ഈ ഒരു കാര്യം ഉണ്ടായാൽ മതി. നമ്മൾ സത്യാണ്, കേട്ടോളൂ. അബീ ദർദാ റളിയല്ലാഹു അൻഹു, അബീ ദർദാ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അലാ ഉഖ്ബിറുകും ബി അഫ്ളലി മിൻ ദറജത്തി സിയാം വസ്സലാത്തി വസ്സദഖാ.
ദാനധർമ്മത്തെക്കാളും നിസ്കാരത്തിനേക്കാളും അതേപോലെ തന്നെ അമലുകളെക്കാളും ഏറ്റവും ശ്രേഷ്ഠമായതിനെ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠത ലഭിക്കുന്ന നല്ലൊരു അമൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. നിസ്കാരത്തിനേക്കാളും നോമ്പിനേക്കാളും അതേപോലെ തന്നെ ദാനധർമ്മത്തിനേക്കാളും ശ്രേഷ്ഠമായ ഒരു അമൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹുവിനോട് സയ്യിദുനാ റസൂലുള്ളാഹി അത്ഭുതമാണ് ഈ ഹദീസ്. അത്ഭുതമാണ് ഈ ഹദീസ് കേട്ടോ. അത്ഭുതമാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എന്താ പറഞ്ഞത്? നിസ്കാരത്തിനേക്കാളും നോമ്പിനേക്കാളും ദാനധർമ്മത്തിനേക്കാളും ശ്രേഷ്ഠമായതൊന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. എന്താ ഉള്ളത്? നമുക്ക് ആദ്യം പ്രവർത്തന മേഖലകളിൽ അല്ലാഹു ഫർളാക്കിയത് ഏതാണ്? നിസ്കാരം അല്ലേ? നമ്മളെല്ലാരും പറയില്ലേ ഒന്നും ഇല്ലെങ്കിലും വേണ്ടില്ല, എന്തുണ്ടായാൽ മതിയായിരുന്നു, നമുക്ക് നിസ്കാരം ഉണ്ടായാൽ മതിയായിരുന്നു. കേട്ടോ, നീ നിസ്കാരമല്ല പ്രധാനം, നിസ്കാരമല്ല പ്രധാനം. ഇവിടെ കേട്ടോ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിസ്കാരം പറയുള്ളൂ. നിനക്ക് ഇത്ര ചിന്തിച്ചൂടാങ്ങായി, ഓനെ പണ്ട് അങ്ങനെ തന്നെ നിനക്ക് അറിഞ്ഞൂടെ? എന്നിട്ട് നീ ഓനോട്, ഞാൻ പണ്ടേ പറഞ്ഞു ഓന്റെ കൂടെ കൂടണ്ട, ഓനോട് മിണ്ടണ്ട, സംസാരിക്കണ്ട, അവരപ്പുറം പോണ്ട, എന്തൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പിരിയേറ്റ എരുതിയിൽ എണ്ണ ഒഴിക്കുകയാണ്. അല്ലാതെ സാരമില്ലടാ, അവനങ്ങനെ പറഞ്ഞാണെങ്കിൽ കുഴപ്പമില്ല, അത് ശരിയാകും മോനെ, നീ അവരെ കുറ്റം പറയരുത്. മക്കളോട് പറയാ, ഭാര്യയോട് പറയാ, ഭർത്താവിനോട് പറയാ, അവര് സാരല്ല, നമ്മുടെ കുടുംബല്ലേ, അവര് നമ്മുടെ കുടുംബല്ലേ, അയൽവാസികളല്ലേ, സാരല്ല, അവര് പറഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പറയരുതല്ലോ. ലോകത്തെ കളവ് പോലും പറയാൻ അനുവദിച്ചിട്ടുള്ള മേഖല ചൊടിച്ചു നിൽക്കുന്ന ആളുകളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കളവ് പറയാൻ അനുവദിച്ചിട്ടുണ്ട്. 3 സമയത്ത് കളവ് പറയാം. അതിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ആളുകളെ ബന്ധിപ്പിക്കാൻ, യോജിപ്പിക്കാൻ, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കളവ് പറയൽ ജായിസാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാരഥന്മാരാ വഴിയിലൂടെ നടന്നുപോയതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കുല്ലുൽ കദിബി യുക്തബു അല ബനി ആദമ ഇല്ലാ ഫീ സലാസ്. എല്ലാ കളവും അല്ലാഹു എഴുതി വെക്കും. 3 കളവ് അല്ലാഹു എഴുതി വെക്കൂല. 3 കളവ് അല്ലാഹു എഴുതി വെക്കൂല. 1, റജുലുൻ യക്ദിബു ഫീ സുലാഹി മാ ബൈനന്നാസ്. ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ കളവ് അല്ലാഹു എഴുതി വെക്കൂല. സയ്യിദുനാ റസൂലുള്ളാഹി എഴുതി വെക്കൂല. ഭാര്യയോട് പറഞ്ഞ കളവും അല്ലാഹു എഴുതി വെക്കൂല. നന്നായി. അനിവാര്യമായ ഘട്ടത്തിൽ എന്ന് വെച്ചാൽ ഓള് എന്തെങ്കിലും നമ്മളത് പറഞ്ഞു പോയാൽ ഓളെ പിണങ്ങും ഉറപ്പുണ്ടെങ്കിൽ ഓളോട് കളവ് പറയാം. മനസ്സിലായില്ലേ? അതിന്റെ വിഷയത്തിൽ അവളെ പിണങ്ങും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഓളോട് കളവ് പറയാം. സന്തോഷായി. ഇത്ര കാലം പറഞ്ഞത് മൊത്തം തന്നെയാണ്, ഇത്ര കാലം പറഞ്ഞത് മൊത്തം കളവ് തന്നെയാണ്. അതുകൊണ്ട് ഇത് കേട്ടത് സമാധാനം അല്ലേ? അനിവാര്യമായ ഘട്ടത്തിൽ അവൾ നമ്മളെ പറഞ്ഞ വിഷയത്തിൽ ചൊടിക്കാനും പണങ്ങാനും സാധ്യത ഉണ്ടെങ്കിൽ അവളോട് കളവ് പറയാം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യുദ്ധവേളയിലും യുദ്ധതന്ത്രത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കളവ് പറയാമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇത് കേട്ടപ്പോ മഹാനായ അബൂ കാഹിൽ റളിയല്ലാഹു അൻഹു പറയാണ്, സ്വഹാബത്തിന്റെ ഇടയിൽ 2 പേരുടെ ഇടയിൽ ചില പ്രശ്നങ്ങളുണ്ട്. സ്വഹാബത്തിന്റെ ഇടയിൽ 2 പേരുടെ ഇടയിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായി. മഹാനായ അബൂ കാഹിൽ റളിയല്ലാഹു അൻഹു എന്തറിയോ, ഒരാളോട് പോയിട്ട് മറ്റാളെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ എന്തിനാ തമ്മിൽ വെറുതെ ചൊടിച്ചിരിക്കുന്നത്? അയാളെ നിന്നെ കുറിച്ചൊക്കെ ഭയങ്കര നല്ലതാണല്ലോ പറയുന്നത്, മോശമൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. കേട്ടോ കേട്ടോ, നമ്മൾ പറയുന്നതിന് നേരെ ഓപ്പോസിറ്റ്. നമ്മൾ പറയുന്നതിന് നേരെ ഓപ്പോസിറ്റ്. ഇയാളെ പറഞ്ഞു കൊടുക്ക, എന്തിനാ നിങ്ങൾ അവരോട് ദേഷ്യം പിടിച്ചു നിൽക്കുന്നത്? അയാൾ നിങ്ങളെ കുറിച്ച് അയാളോട് ചോദിച്ചപ്പോ അയാൾ നല്ലതേ പറഞ്ഞോളൂ. മറ്റയാളോട് പോയിട്ട് പറഞ്ഞു, നിങ്ങളെ കുറിച്ചിട്ട് അയാളോട് ചോദിച്ചപ്പോ അയാൾ ഭയങ്കര നിങ്ങളെ മധുഹാണല്ലോ പറഞ്ഞത്, നിങ്ങൾ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, പിന്നെ നിങ്ങൾ എന്താ മിണ്ടാതെ നടക്കുന്നത്? ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ 2 പേരും ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ഓന് ഇത്രക്ക് ദേഷ്യം ഉണ്ടായിട്ട് ഓൻ എന്നെ കുറിച്ച് നല്ലത് പറയാനോ? പാവാണല്ലേ.
എന്തിനാ ഞാൻ ഓനോട് വെറുതെ ഇത്ര കാലം ചൊടിച്ചെന്ന് അല്ലാഹ്. പിന്നെ അവർ തമ്മിൽ ആ ഒരു ചിന്തയിലായി. പിന്നെ ഒരു ദിവസം കണ്ടുമുട്ടിയപ്പോ രണ്ടാളുടെയും മനസ്സിൽ എന്താ ഉള്ളത്? ഓൻ എന്നെ നല്ലത് പറഞ്ഞു, ഇവൻ എന്നെ നല്ലത് പറഞ്ഞു. രണ്ടുപേരുടെയും മനസ്സിൽ രണ്ടാൾക്കും നല്ല ധാരണയുള്ളത്. രണ്ടാളും അങ്ങോട്ട് പോയിട്ട് അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും കേട്ടോ, സംസാരിച്ചു, സലാം പറഞ്ഞു, സലാം മടക്കി. അവര് സംസാരിച്ചു, അവരുടെ പണക്കം തീർന്നു. പക്ഷെ അബൂ ഖായിൽ റളിയല്ലാഹു അൻഹു നബിയുടെ സംശയം തീർന്നില്ല. എന്താ സംശയം? പടച്ചറബ്ബേ, ഞാൻ പറഞ്ഞത് കളവാണ്. കാരണം ഓനെ കുറിച്ച് ഇവൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ കേട്ടിട്ടുണ്ടെങ്കിൽ മരിക്കുന്നവരെ മുണ്ടില്ല. അമ്മാതിരി വർത്താനാ പറഞ്ഞത്. പക്ഷെ കേട്ടതിൽ നേരെ വിപരീതമായിട്ടാണ് അബൂ ഖായിൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തത്. സ്വഹാബി നേരെ ഓപ്പോസിറ്റാ പറഞ്ഞത്. സംശയമായി. കാരണം അയാളെ പറഞ്ഞതല്ലല്ലോ ഞാൻ ഇയാളോട് പോയിട്ട് പറഞ്ഞത്. കളവല്ലേ കളവല്ലേ, അയാൾ നല്ലത് ഇയാളെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടില്ല, എങ്കിലും ഞാൻ നല്ലത് പറഞ്ഞു എന്നുള്ള രൂപത്തിൽ പറഞ്ഞത് കളവല്ലേ. ജഡ്ജ്മെന്റ് ചെയ്യാൻ ഏൽപ്പിച്ചു സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ചെന്നിട്ട് ഈ കാര്യം പറഞ്ഞു. നബിയേ, അവർക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില കളവ് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് നബിയേ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ബാകാഹിൽ അസ്ലിഹ് ബൈനൻ നാസി വലൗ ബികദാ വകദാ. മഹാനായ അബൂ ഖായിൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ അവരെ നന്നാക്കാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട കാരണം എവിടെയാണ്? നമ്മുടെ മനസ്സിലുദിക്കുന്ന ചില ചിന്തകളാണ്. ആരെങ്കിലും വന്നിട്ട് നമ്മളോട് ദേഷ്യം പിടിക്കുമ്പോ പെടുന്നതിനെ അങ്ങോട്ട് നമ്മൾ ദേഷ്യം പിടിക്കരുത്. ആലോചിക്കുക, ചിന്തിക്കുക, നോക്കുക, എന്നിട്ട് സംസാരം തുടങ്ങും. മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിനെ കുറിച്ചും നാവിനെ കുറിച്ചും പരിശുദ്ധ ദീൻ പരിചയപ്പെടുത്തി തരുന്നത് ബുദ്ധിയുള്ള ആളുകളുടെ നാവ് ഹൃദയത്തിന്റെ പിന്നിലായിരിക്കും. അവരൊരുപാട് ചിന്തിക്കും എന്നിട്ടേ പറയുള്ളൂ. ബുദ്ധിയില്ലാത്തവരുടേത് ഖൽബിന്റെ മുമ്പിനായിരിക്കും നാവ്. അവരാദ്യം പറയും, പിന്നീട് ചിന്തിക്കും, സങ്കടപ്പെടും. അങ്ങനെ ആകരുത് ഇൻഷാ അല്ലാഹ്. ഓരോ ആളുകളും ഈ കുടുംബം എന്നുള്ളത് ഇത് ആഖിറം ചേർക്കാനുള്ള ബന്ധമായി കരുതിയിട്ട് പ്രിയപ്പെട്ടവരെ, ഈ ബന്ധങ്ങളോട് ഇങ്ങോട്ട് ശത്രുത വെച്ച് പുലർത്തിയാലും അങ്ങോട്ട് ശത്രുതയില്ലാതെ കഴിയാനുള്ള മനസ്സ് അത് വിശാലമായ മനസ്സാ. ഒരാളോട് നമ്മുടെ അടുത്ത് വന്നിട്ട് കട്ടു, ഒരാൾ വന്നിട്ട് സാധനം കട്ടു. നോക്കണേ, പൂർവകാലത്തൊരു മഹാനുഭാവൻ വീട്ടിൽ വന്നിട്ട് ഒരാള് കൊള്ള ചെയ്തു. അയാളെ വീട്ടിൽ നിന്നൊരു സാധനം എടുത്തുകൊണ്ടുപോയി. ഈ മഹാനുഭാവൻ അറിഞ്ഞപ്പോ അയാളെ പിന്നിലോടി, അയാളെ പിന്നാലെ ഓടി. ആള് കള്ളൻ തിരിഞ്ഞു നോക്കിയപ്പോ വീട്ടുടമസ്ഥൻ ഓടി വരികയാണ്. ഇത് കണ്ടപ്പോ കള്ളന്റെ ഓട്ടത്തിന് ശക്തി കൂടി. കാരണം ഇയാൾ എന്നെ പിടികൂടാൻ വരുന്നതായിരിക്കും കരുതി ഓടി ഓടി അവസാനം ഒരു സ്ഥലത്ത് അയാൾ ഇരുന്നു. അവിടത്തേക്ക് ഈ വീട്ടുടമസ്ഥൻ എത്തുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ പിടികൂടാൻ വേണ്ടി വന്നൊന്നുമല്ല, എടുത്ത സാധനം നിനക്ക് പൊരുത്തപ്പെട്ടു എന്ന് നിന്നെ അറിയിക്കാൻ വേണ്ടി വന്നതാ മോനെ. കേട്ടോ, അതാ മനസ്സെന്ന് പറയുന്നത്, വിശാല മനസ്സ്. അള്ളാഹു നമ്മൾക്ക് നിലനിർത്തി തരട്ടെ, അള്ളാഹു നിലനിർത്തി തരട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രി ഇവിടുന്ന് തീരുമാനം എടുക്കാം. ഇനി മരിക്കുന്നവരെ കുടുംബത്തിനോട് നമ്മള് പണങ്ങൂല. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. എല്ലാരും വായന കാട്ടില്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. തീരുമാനം ഈമാൻ വേണോ സഹോദരിമാരെ? നാവിനെ നിയന്ത്രിക്കണം എങ്കിലേ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. നാവിനെ നിയന്ത്രിക്കണം എങ്കിലേ നമ്മൾക്ക് കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. നമ്മുടെ കുടുംബക്കാർ എന്തെങ്കിലും നമ്മുടെ വിഷയത്തിൽ ദേഷ്യം പിടിച്ചു വന്ന് നമ്മളെ പലതും പറയുമ്പോഴും നമ്മൾ മിണ്ടാതിരിക്കണം. അവിടെ നമ്മൾ തുലാസ് പറഞ്ഞ് താഴ്ന്നു കൊടുക്കണം. സാരമില്ല, ഒരാളും മിണ്ടാത്തതിന്റെ പേരിൽ ലോകത്ത് ഖേദിച്ചിട്ടില്ല. മനസ്സിലായോ? എന്നാൽ മിണ്ടിയതിന്റെ പേരിൽ പലരും ഖേദിക്കേണ്ടി വന്നിട്ടുണ്ട്. മൗനം അവലംബിച്ചതിന്റെ പേരിൽ ഒരാളും ദുഃഖിച്ചിട്ടില്ല. എന്നാൽ നാവ് തുറന്നതിന്റെ പേരിൽ പലരും അനുഭവിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് ശ്രദ്ധിച്ചോ, സൂക്ഷിച്ചോ, ഒരാളെയും നാവ് കൊണ്ട് വേദനിപ്പിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിബത്ത് മോശമായി മരിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ എണ്ണയിട്ട് മഹാന്മാര് പഠിപ്പിച്ചത് ബന്ധങ്ങളെ നാവ് കൊണ്ട് ഉപദ്രവിക്കുന്ന ആളുകൾ ആഖിബത്ത് നന്നായി മരിക്കില്ല. അവൻ എത്ര വലിയ ഇബാദത്തുകാരനായാലും മടിയില്ല, ആഖിബത്ത് നന്നാവില്ല. ആലോചിച്ചു. ഈമാൻ ഉണ്ടെങ്കിൽ, ഒരു തരി ഈമാൻ ഖൽബിലുണ്ടെങ്കിൽ നന്നാകും ഇൻഷാ അല്ലാഹ്. അല്ലാഹു നന്നാക്കി തരട്ടെ, അല്ലാഹു നന്നാക്കി തരട്ടെ. ഇതിനപ്പുറം വേറൊരു വായതിന്റെ ആവശ്യം നമുക്കില്ല. നമ്മുടെ കുടുംബത്തിൽ ഇൻഷാ അല്ലാഹ് എല്ലാം മറന്ന്, പാർട്ടി മറന്ന്, ഗ്രൂപ്പ് മറന്ന്, എല്ലാം മറന്ന് നമ്മൾക്ക് ഇൻഷാ അല്ലാഹ് യോജിപ്പോടെ കഴിയണം. അവിടെ അള്ളാഹിന്റെ റഹ്മത്ത് ഉണ്ടാവുള്ളൂ, അവിടെ അള്ളാഹിന്റെ റഹ്മത്ത് ഉണ്ടാവുള്ളൂ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് കുടിക്കങ്ങള് വെള്ളം വരെ തടഞ്ഞു വെക്കുന്ന ടീമാണ് നമ്മുടെ നാട്ടിലുള്ളത്. കുടുംബത്തിന് വെള്ളം വരെ കൊടുക്കൂല, വെള്ളം വരെ കൊടുക്കൂല കുടുംബത്തിന്. അങ്ങനെ കുറെ ആളുണ്ട്. ഞാൻ കുഴിച്ച കിണറല്ലേ, ഞാൻ കുഴിച്ച കോയൽ കിണറല്ലേ, ചില വിട്ടത് ഞാൻ തന്നെ. വെള്ളം തന്നതാരാ? പക്ഷേ ആ തന്ന പടച്ചോൻ പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണത്, എല്ലാവർക്കും കൊടുക്കുകയും. നമ്മളത് തടഞ്ഞു വെച്ചു. എന്നാ പടച്ചോൻ ഇതിലൂടെ ഇറക്കാൻ വിടൂല, വെള്ളം ഇതിലൂടെ ഇറക്കാൻ വിടൂല. കുടുംബത്തിന് നമ്മളത് പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ ഇറക്കാൻ വല്ല വിടൂല. അതുകൊണ്ടാണ് ഇന്ന് പലരെയും ഐസിയിലും വെന്റിലേറ്ററും കൊണ്ടുപോയി കിടത്തേണ്ട കോലം വരുന്നത് കൂട്ടറെ. അതുകൊണ്ട് കുടുംബത്തിന് നിങ്ങൾ മാനിച്ചോ. അത് വെറുതെ അല്ല, അത് ചില്ലറല്ല. ആ ബന്ധം എന്നുള്ളത് അത് സ്വാഭാവികമായിട്ട് താൽക്കാലിക ദുനിയാവിന് വേണ്ടിയിട്ടുള്ള ബന്ധമല്ല, അത് ആഖിറത്തിന് വേണ്ടിയുള്ള ബന്ധം. അള്ളാഹു അത് നിലനിർത്താൻ തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു അത് നിലനിർത്താൻ തൗഫീഖ് ചെയ്യട്ടെ. ആധുനിക സൗഖ്യത്തിന് സുഖങ്ങൾക്കോ സൗകര്യങ്ങൾക്കോ വേണ്ടി മാത്രമാകരുത് നമ്മൾ ആ ബന്ധം സ്ഥാപിക്കേണ്ടത്. ഇന്ന് പലരും ഉണ്ട്, ഉപ്പാനോട് ചിലപ്പോ ഉപ്പാന്റെ കുടുംബത്തിലുള്ള ആരോ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മോന്റെ കല്യാണം വന്നപ്പോ ഉപ്പ ആദ്യം പറയാം, നീ ആടെ പോയിട്ട് കല്യാണത്തിന് വിളിക്കുകയാണെങ്കിൽ ഞാൻ നിന്റെ കല്യാണത്തിന് ഉണ്ടാവില്ല. ഇതാ ഉപ്പ. എങ്ങനെയാ കുടുംബം നന്നാകുക? ഉപ്പാവും ഉപ്പാന്റെ കുടുംബമായിട്ടുള്ള എന്തോ ചെറിയ തർക്കം. എന്നിട്ട് ഉപ്പാനോട് പറയാ, അല്ല ഉപ്പ മക്കളോട് പറയാ, നിന്റെ കല്യാണത്തിന് നീ അവരെ പോയി വിളിക്കുകയാണെങ്കിൽ ഞാൻ നിന്റെ കല്യാണത്തിന് ഉണ്ടാവില്ല. അല്ലാഹുവേ, ഈ ജാതി ബന്ധങ്ങളൊന്നും ആകരുത് ഇൻഷാ അല്ലാഹ്. ചൊടിച്ച ആളുകളോട് ആദ്യം പോയിട്ട് വിളിക്കാൻ പറയണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവിന് വേണ്ടി നമ്മൾ ഒരിക്കലും മത്സരിക്കരുത്. നമ്മൾക്ക് വലുത് വല്ലാഖിറത്തു ഖൈറുൻ വഅബ്ഖാ. അതാണ്, അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അത് മാത്രമാകണം. അതിനു വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്ത് അല്ലാഹുവിലേക്ക് ഇത്തരം നന്മകളിലൂടെ, സ്നേഹബന്ധങ്ങളിലൂടെ അല്ലാഹുവിനെ കണ്ടുമുട്ടാനും അല്ലാഹുവിലേക്ക് ചേരാനും അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് തരട്ടെ എന്ന് ആ രണ്ട് സൂറത്ത് മാഷാ അല്ലാഹ്, ഖൽബ് വിശാലമാകാനുള്ള സൂറത്ത്. ഒരു ടെൻഷനും ഉണ്ടാവില്ല, ടെൻഷനും മാറും. ടെൻഷൻ എന്തൊക്കെ ടെൻഷൻ ഉണ്ട് അതൊക്കെ മാറും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ ഖൽബിൽ എപ്പോഴും നല്ലൊരു, ആരെങ്കിലും എന്തെങ്കിലും നമ്മളെ കുറിച്ച് കുറ്റം പറഞ്ഞു നമ്മുടെ ആരെങ്കിലും പറഞ്ഞാൽ സാരില്ലടാ പോട്ടാ, ഓൻ പറഞ്ഞോട്ടെ കുഴപ്പമൊന്നുമില്ല, ഇനിയും പറഞ്ഞോട്ടെ, ഓൻ പറയുന്നത് നല്ലതാ. കാരണം എന്താ, എനിക്ക് ഞാൻ ചെയ്യാതെ കുറെ കിട്ടുമല്ലോ, അല്ലേ? കിട്ടൂലേ? മുമ്പ് പള്ളിയിൽ ഒരു ഖത്തീബ് വെള്ളിയാഴ്ച ഒരു വീട്ടിലേക്ക് എപ്പോഴും നല്ല മധുരമുള്ള സാധനം കൊടുത്തേക്കൂത്രേ. പള്ളിയിലെ ഉസ്താദ്. ഇവിടെ കൊടുത്തേക്കേണ്ടി വരുമെന്ന് അറിയില്ല, അല്ലാഹു അല്ല, കായൊന്നുമല്ല, മധുരമുള്ള സാധനം, മധുരമുള്ള സാധനം എല്ലാ വെള്ളിയാഴ്ചയും. എന്നിട്ട് ഈ വാങ്ങിച്ചോണ്ടിരുന്ന ആള് മരണപ്പെട്ടു. അപ്പൊ നാട്ടുകാർ ചോദിച്ചത്ര, അല്ല ഉസ്താദ് നിങ്ങൾ എന്താ ആ വീട്ടിലേക്ക് എപ്പോഴും എല്ലാ വെള്ളിയാഴ്ചകളും മധുരം കൊടുക്കുമല്ലോ, എന്താ സംഭവം? അയാള് ചെയ്ത ഇബാദത്ത് മുഴുവൻ എനിക്ക് തരുമ്പോ അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കണ്ട മോനെ. പറഞ്ഞ മനസ്സിലായില്ലേ? അയാള് ചെയ്ത ഇബാദത്തൊക്കെ എനിക്ക് തരുമ്പോ ഞാൻ എന്തെങ്കിലും അയാൾക്ക് കൊടുക്കണ്ടേ എന്ന് വെച്ചാ സ്റ്റെപ്പിലിരുന്നിട്ട് അവിടെ ഉള്ളിലുള്ള ഉസ്താദിനെ കുറ്റം പറയാ പരിപാടി, നാട്ടുകാരെ ഫിത്ന പറയാനുള്ള പരിപാടി, കുടുംബക്കാരെ ഫിത്ന പറയാനുള്ള പരിപാടി, അത് പറയാനായിട്ട് യോഗം ചേരൽ. അതുകൊണ്ട് ഇതൊക്കെ ഒഴിവാക്കണം. നമ്മള് ഖൽബ് നന്നാക്കണം എല്ലാ നിലയിലും. അല്ലാഹു നന്നാക്കി തരട്ടെ. അത്തരം വിഷയങ്ങളിലൊക്കെ എന്തെങ്കിലും ഫിത്നകളൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ സാറിലൂടെ പോട്ടെ, ഇനി അങ്ങോട്ട് പറയാൻ നിൽക്കണ്ട, മിണ്ടാ നിൽക്കണ്ട. വെറുതെ അത് കേട്ടിട്ട് വെറുതെ നമ്മളും കൂടി കുറ്റം.
ഏറ്റെടുക്കരുത്. അള്ളാഹു നമ്മൾക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെയേറെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട ഒരു വിഷയമാണിത്. മറ്റുള്ള ഇബാദത്തുകളെക്കാളേറെ ശ്രേഷ്ഠമാണ്. പറഞ്ഞല്ലോ, നിസ്കാരവും നോമ്പും ഹജ്ജും ഉംറയും ഒന്നുമല്ല, അതിനേക്കാളും പ്രധാനപ്പെട്ടത് ബന്ധങ്ങൾ ചേർക്കൽ. ഇതില്ലാതെ നമ്മൾ ഒന്നും ചെയ്തിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാമെന്നോ അല്ലെങ്കിൽ അവന്റെ റഹ്മത്ത് കിട്ടുമെന്നോ ഒരു പ്രതീക്ഷയും നമ്മൾക്ക് വേണ്ട. ചുരുക്കത്തിൽ മുസ്ലിം പോലും അല്ല എന്നാണ് ദീനെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നന്നാകുക, അള്ളാഹു നന്നാകാൻ തൗഫീഖ് ചെയ്യട്ടെ. അത്തരം നല്ല മനസ്സുമായിട്ട് മരിക്കുന്നത് വരെ കഴിയാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. قلب يعني അസൂയ ഇല്ലാതിരിക്കാനും മറ്റുള്ളവരുടെ അസൂയയിൽ നിന്ന് അവരുടെ പ്രവർത്തനത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. ഇൻഷാ അല്ലാഹ് എല്ലാവരും സെറും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. നമ്മുടെ കൽബ് വിശാലം അള്ളാഹു നന്നാക്കി തരട്ടെ. അള്ളാഹു നന്നാക്കി തരട്ടെ. തീരുമാനം എടുത്തു. ഇനി കുടുംബക്കാരായിട്ട് ഒരു ചോദ്യമില്ല. എന്ത് വേണമെങ്കിൽ നമ്മളെ ചെയ്തോട്ടെ. ദുനിയാവിൽ അവരെത്രത്തോളം ഉപദ്രവിക്കാൻ പറ്റും അത്രത്തോളം ഉപദ്രവിച്ചോട്ടെ. എന്നാലും നമ്മൾ അവരെ പോയി വിളിക്കണം, ക്ഷണിക്കണം. ഒരു കല്യാണത്തിന് വിളിച്ചു വന്നു, രണ്ട് കല്യാണത്തിന് ഒരു കല്യാണത്തിന് രണ്ട് കല്യാണത്തിനൊക്കെ വീട്ടിലുണ്ടാവും, വിളിച്ചിട്ട് അവർ വന്നില്ല. മൂന്നാമത് നമ്മുടെ വീട്ടിലെ കല്യാണം വിളിക്കുമ്പോൾ അവർ കല്യാണം വിളിക്കാൻ വേണ്ടി പോകുമ്പോൾ വീട്ടിൽ ചർച്ച, എന്തിനാ അവരെ വെറുതെ വിളിക്കുന്നു? പോയിട്ട് രണ്ട് കല്യാണത്തിന് വിളിച്ചിട്ട് വന്നിട്ടൊന്നുമില്ല, വെറുതെ പോണം, വിളിക്കണം. അവരാദ്യം വിളിക്കണം. അതാ നല്ല മനസ്സിലാക്കുന്നത്. ബാക്കിയുള്ളവരെ വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ അവരാദ്യം വിളിക്കണം. വരാത്തവരെ പോയിട്ട് ആദ്യം വിളിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ വേണ്ടതൊന്നും കുടുംബമൊക്കെ പറഞ്ഞാൽ അങ്ങനെ പോകണേ. കുറെയൊക്കെ നമ്മൾ അങ്ങ് തള്ളണം. എന്ത് വേണേലും പറഞ്ഞോട്ടെ, എനിക്ക് എന്റെ റബ്ബുണ്ട് എന്റെ കൂടെ, അത്ര വിശ്വാസമുള്ളൂ. അത് നമ്മുടെ വിശ്വാസം. അല്ലാഹു ആ വിശ്വാസത്തിൽ നിലനിർത്തി തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്